हरे कृष्णा सर्वं कृष्ण अर्पणमस्तु. प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഏകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവ പശുവേ നിന്നാവിൽ അമൃതം പോലൂറിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. ഏകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവ പശുവേ നിന്നാവിൽ അമൃതം പോലൂറിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. പീതാംബരമീ സന്ധ്യകൾ രാവാം, പയ്യെല്ലാം വാർക്കുന്നു പാൽമാധുരിയല്ലോ. നെയ്യുന്നു പീതാംബരമീ സന്ധ്യകൾ രാവാം, പയ്യെല്ലാം വാർക്കുന്നു പാൽമാധുരിയല്ലോ. ഓടക്കുഴലൂതുന്നു കാടെല്ലാം ഭഗവാൻ. ഏകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക നാരായണ രൂപം, ഹരിനാരായണ രൂപം. ഹരേ കൃഷ്ണ. എല്ലാവരും വന്നോ? എത്ര പേര് വരാനുണ്ട്? എല്ലാവരും എത്തിയിട്ടില്ല. ചിറകാൻ നീടുമ്പോൾ വനമാലകൾ തീർക്കുന്നു മഴവില്ലുകളിപ്പോൾ. ഗരുഡൻ പോലാകാശം ചിറകാർ നീടുമ്പോൾ വനമാലകൾ തീർക്കുന്നു മഴവില്ലുകളിപ്പോൾ. നിറകണ്ണാൽ കാണുന്നേങ്ങും സ്വാമി. സ്വാമി ഗുരു
तमपि पुरस्तैरनभ्यर्थितानभ्यर्तान् कामानजस्रं वितरति തൊഴുതോളൂ परमानन्दसान्द्रां गतिं च അമ്മ ഗുരുവായൂരപ്പനെ മനസ്സ് നിറയെ തൊഴുത്തില്ലേ? അതെ, ഇങ്ങോട്ട് കുറച്ചു ദിവസം വരാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമൊന്നും വേണ്ടാട്ടോ. ഭഗവാൻ സ്മരിക്കുന്നവരുടെ കൂടെ തന്നെ ഉണ്ടാവും ഓരോ ക്ഷണവും. തൊഴുതോളൂ. നാരായണ 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 ഹരേ കൃഷ്ണ. സിഗ്നൽ വിട്ട് വിട്ട് പോകുന്നുണ്ടോ? ഒന്ന് ഹോൾഡ് ചെയ്യട്ടെ, ഒറ്റ മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് ഫോൺ ശരിയാക്കട്ടെ, ഒറ്റ മിനിറ്റ്.
താഴെ പിള്ളേർ കളിക്കുന്ന ഭയങ്കര സൗണ്ട്. അപ്പം ഞാനത് അവരെ വീട്ടിൽ വിളിച്ചിട്ട് കുറച്ചൊന്ന് എന്താ പറയുക സൗണ്ട് കുറച്ച് സംസാരിക്കാൻ പറയായിരുന്നു. അതാണ് മ്യൂട്ട് ചെയ്തത്. ഓക്കെ, ഇല്ല ഒരു മിനിറ്റ്. ഹലോ ഹലോ ஒன்றும் இல்லை கிருதிகா, கீழே நின்று சவுண்டாக பேசிகிட்டு இருக்க ஃபோனில். எனக்கு த்ராட் பெயின், அதனால எனக்கு கத்தி பேச முடியல. அப்போ கொஞ்சம் தள்ளி நின்று பேச சொல்கிறதுக்காக கால் பண்ணேன். எடுக்கல. அப்புறம் நான் பிந்துமா விட்டுட்டு அவந்திகிட்ட சொல்லிட்டேன். இல்லை ஃபோனில் பேசுது, சவுண்டாக பேசுது. எனக்கு கிளாஸ் அதான் கிளாஸ் எடுக்க இல்லை திட்ட வேண்டாம். கிளாஸ் எடுத்துகிட்டு இருந்த வெளியில் உள்ள சூடாக இருக்கு, அதனால் வெளியே இருந்து உட்காந்து எடுத்துகிட்டு இருக்கு. அப்போ சவுண்டாக பேச இல்லை நான் சொல்லிட்டேன். இப்போ கம்மி பண்ணிட்டு ஒன்றும் பிரச்சனை இல்லை. சரி, ஓகே பை. நோ ப்ராப்ளம் ஒன்றும் இல்லை. ஓகே பை. ഇല്ല, പുറത്തു ഇരിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. അത് സോൾവായി. ഭയങ്കര സൗണ്ട് ആകുമ്പോഴേ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. എനിക്ക് കുറച്ച് വോയിസ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വോളിയത്തിൽ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ പറയുന്നത്? ഒരുപാട് വോളിയം എടുത്ത് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്, ത്രോട്ട് പെയിൻ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സംസാരം കുറച്ചിരിക്കുകയാണ്. കഴിയുന്നതും എല്ലാവരും എന്തുണ്ടെങ്കിലും മെസ്സേജ് ഇട്ട് തരാം വാട്സപ്പിൽ. ഞാൻ മെസ്സേജിന് റിപ്ലൈ തരാം. ഇനി മഞ്ജരീസിലേക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണം എന്നുള്ളവർ ബുധനാഴ്ച രാവിലെ ഒരു 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരേക്കും, വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് വിളിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഒന്നിടവിട്ട് ക്ലാസ് എടുക്കാം. മറ്റേത് എനിക്ക് വോളിയം ഒരുപാട് എടുക്കാൻ പറ്റില്ല. സുനിൽ പ്രഭു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോളൂ കേട്ടോ. കാരണം ഒരുപാട് വോളിയം എടുത്ത് സംസാരിക്കുമ്പം ത്രോട്ട് പെയിൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിനുവേണ്ടി ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടയർഡാവുന്നു, കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോൾസ് എല്ലാം ഒന്ന് ഡൗൺ ആക്കിയത്. കേൾക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മൾ എടുക്കുന്ന ക്ലാസ് ഇന്ന് എടുക്കുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ്. ശ്രീല പ്രഭുപാജിയുടെ ഭഗവത്ഗീത യഥാരൂപത്തിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യായം എന്ന് പറയുന്നത് 4ആണ്. 4-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ 35 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു. ഇനി 36-ാമത്തെ ശ്ലോകമാണ്. ചേച്ചി നമസ്കാരം. 36-ാമത്തെ ശ്ലോകമാണ്. അഭിഛേദസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമ സർവം ജ്ഞാന പ്ലവേനൈവ വൃജിനം സംതരശ്യസി. ഇതാണ് ഇത്. ഓക്കെ സുമിത്ര, അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. സർവേഭ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം, കംപ്ലീറ്റ് ആയത്, എല്ലായിടത്തുമുള്ളത്. പാപേഭ്യ അഭി എന്ന് പറഞ്ഞാൽ പാപികളെക്കാളും മുകളിൽ, പാപികളെക്കാൾ വലുതായിരിക്കുന്നത്. ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ. ഇതെന്തിനാ ഓരോ വേർഡ് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വേർഡ്സിൻ്റെ അർത്ഥങ്ങളും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. കാരണം നമ്മൾ ആരും സംസ്കൃതം പഠിച്ചിട്ടില്ല. പഠിച്ച കുറച്ച് പേരുണ്ടാവും, അല്ലാതെ വായനയിലൂടെ അറിയുന്നവർ കുറച്ച് പേരുണ്ടാവും. ചിലപ്പം നമ്മൾക്ക് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു വേർഡ് കേട്ടാൽ ത്വം എന്ന് പറഞ്ഞാൽ നീയാണ് എന്നൊരു ഓർമ്മ നമ്മളിൽ വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പാപകൃത്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപാപി. പാപകൃത്തമ, മഹാപാപി എന്നാണ് അർത്ഥം. ഇനി ആരെങ്കിലും നമ്മളോട് വഴക്കിടുന്ന സമയത്ത് ഈ മഹാപാപിയെ കൊണ്ട് തോറ്റു എന്ന് പറയുന്നതിനേക്കാളും ഭേദം പാപകൃത്തമയെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ തല്ലിയിട്ടില്ലേ. എനിക്ക് ഭയങ്കര വഴക്കായി പോയാലോ. അങ്ങനെയൊന്നും ആരെയും വിളിക്കരുത്. നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ് കേട്ടോ. ഞാനൊരു തമാശ പറഞ്ഞതാണ്. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഞാനും നിങ്ങളൊക്കെ പാപം ചെയ്തവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അറിഞ്ഞും അറിയാതെയൊക്കെ. അപ്പം ആരെയും നമ്മൾ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ. ഓക്കെ ശ്രീമാതാജി. അപ്പോൾ നമുക്ക് പാപികളിൽ വെച്ചിട്ട് മഹാപാപിയാണെങ്കിൽ കൂടിയും അതീന്ദ്രിയമാകുന്ന അറിവിലൂടെ, ആ ഒരു അതീന്ദ്രിയമാകുന്ന അറിവിനെ നമുക്കിവിടെ തോണി എന്ന് സങ്കല്പിക്കാം. കാരണം എന്താ, കടൽ എന്ന് പറയുന്നത്, ഷൈജേടാ, കടൽ എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു ഭാഗമാണ് അല്ലേ. കടലിൽ പോയവരൊന്നും ചില സമയത്ത് അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടുന്നില്ല. അപ്പോൾ കടൽ എന്ന് പറയുന്നത് ഒരു അറിവില്ലായ്മയായിട്ട് നമുക്ക് മാറ്റാം. കടൽ അറിവില്ലായ്മ അല്ല കേട്ടോ,
ഒരു വലിയ വലിയ ഒരു വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്. കടലെന്ന് പറയുന്നതിനോളം അറിവില്ലായ്മ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പം അതിലൊരു രക്ഷയാണ് എന്ത്? തോണി എന്ന് പറയുന്നത്. അപ്പം ആ തോണിയെ നമ്മൾ ജ്ഞാനമായിട്ട് കണക്കാക്കുന്നു. അപ്പം അറിവില്ലായ്മയുടെ വലിപ്പം കടലായിട്ട് സങ്കല്പിക്കുമ്പോൾ അതിലുള്ള സേനചേച്ചി അതിലുള്ള തോണിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നിനക്ക് ഈ ദുഃഖസമുദ്രം തരണം ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്. ഭഗവാൻ പറയുന്നത് അറിവില്ലായ്മയുടെ ഒരു ഘോഷയാത്രയാണ് നമ്മുടെ എന്ത്? നമ്മുടെ മനസ്സ്. നമ്മൾ എന്തൊക്കെയോ കുറേ നേരം വെളുത്താൽ ചിന്തിച്ചു കൂട്ടും. പക്ഷേ അതിനെ ഒരിക്കലും ഞാൻ തെറ്റാണെന്ന് പറയില്ല. നമ്മുടെ ഉള്ളിലെ വേദനകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആരോടും പറയാനില്ല, അല്ലെങ്കിൽ ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, ആരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരുപാട് ടെൻഷൻ നമ്മുടെ ഉള്ളിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? പല തരത്തിലുള്ള വിഷമങ്ങൾ നമ്മളെ ഉള്ളിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെ ഇത് സോൾവ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ ആ പ്രശ്നം വരുമ്പോൾ സോൾവായി പോകുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഭഗവാൻ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്ത് തരും. അതിൽ യാതൊരു കുഴപ്പവും ഇല്ല. ഭഗവാൻ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് തരും. നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നാലും അതെന്തുകൊണ്ടാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ ജ്ഞാനം ആണ് അതിന് കാരണം. ഭഗവാനെ നമ്മൾ മനസ്സിലാക്കിയതാണ് അതിൻ്റെ പ്രധാന കാരണം. ഭഗവാനെ മനസ്സിലാക്കുന്ന ആ അറിവിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അതീന്ദ്രിയ ജ്ഞാനമെന്ന്. മനസ്സിലാവുന്നുണ്ട്? ഭഗവാനെ നമ്മൾ തിരിച്ചറിയുന്ന ആ അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്? അതീന്ദ്രിയ ജ്ഞാനമെന്ന്. ഈ അതീന്ദ്രിയ ജ്ഞാനം നമ്മളിൽ ലഭിച്ചു കഴിഞ്ഞാൽ എന്തായി? അയമോദകം അല്ലേ? കുടിക്കാം. എനിക്ക് വോയിസ് നൊഡ്യൂളാണ്. ഡബ് ചെയ്ത് ആങ്കറിങ് ചെയ്ത് വോയിസ് നൊഡ്യൂൾ ഇഷ്യൂ ആണ്. വോയിസ് റെസ്റ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സർജറിയാണ്. സർജറിക്കൊന്നും ഞാൻ പോവില്ല. അപ്പോൾ വോയിസ് റെസ്റ്റാണ് മെയിനായിട്ട്. അതുകൊണ്ടാണ് ഒന്നരാടം വിട്ട് ക്ലാസ് എടുക്കുന്നത്. കുറച്ച് നമുക്ക് അങ്ങനെ പോവാം, ഒന്നരാടം വിട്ട് ക്ലാസ് പോവാം. അപ്പോഴാണൊന്ന് സൗണ്ട് ഒന്ന് ശരിയാവുക. അപ്പോൾ അറിവില്ലായ്മയാകുന്ന മഹാസമുദ്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു തോണി, അതെന്താണ്? ഭഗവാനാകുന്ന, ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ജ്ഞാനമാണ്. അപ്പോൾ ആ ജ്ഞാനം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, അതായത് ഭഗവാൻ നമ്മളെ രക്ഷിക്കും, നമ്മൾ ചെയ്തു പോയ തെറ്റുകളുടെ പരിണിത ഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും ജീവിതത്തിൽ. ഉറപ്പായിട്ടും ശശി മാതാജി, നമുക്ക് എന്തായി? നമുക്ക് സമാധാനം കിട്ടും. നമുക്ക് ആവശ്യവും അത് തന്നെയാണ്. നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നതും വ്രതങ്ങൾ എടുക്കുന്നതും ഏകാദശി എടുക്കുന്നതും പൂജ ചെയ്യുന്നതും ജപിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാം നമ്മളുടെ ദുരിതങ്ങൾ തീരാനാണ്, നമ്മുടെ കഷ്ടതകൾ തീരാനാണ്. എങ്ങനെയെങ്കിലും ഒരു വഴി തുറന്നു കിട്ടിയാൽ മതി എന്നാലോചിച്ചിട്ടാണ്. അപ്പം എങ്ങനെയാണ്? കഴിച്ചോ? കുറച്ച് ചൂടുവെള്ളം തരാൻ പറയൂ ദിവ്യ. ചൂടുവെള്ളം, ഇഞ്ചി ഇട്ടിട്ട്. അപ്പോൾ ചമ്മന്തി എടുത്തില്ലേ? അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എങ്ങനെയാണ് നമ്മളിൽ ഈ ഒരു ആശ്വാസവും സമാധാനവും കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ജന്മമൊക്കെ നമ്മൾ ചെയ്ത കുറേ തെറ്റുകളുണ്ട്. ഈ തെറ്റുകൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്, ഒരു കൂമ്പാരമായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ഏകാദശി എടുക്കുമ്പോൾ, പ്രദോഷം എടുക്കുമ്പോൾ, പിന്നെ ഷഷ്ടി എടുക്കുമ്പോൾ, പിന്നെ നമ്മൾ കുറേ വ്രതാനുഷ്ഠാനങ്ങൾ, കുറേ നരസിംഹ ജയന്തി പോലെയുള്ള വ്രതങ്ങൾ, ഉപവാസങ്ങൾ, നമ്മുടെ ഗുരുപരമ്പരയുടെ അവതരിച്ച ദിവസങ്ങൾ, അവർ തിരോധാനം ചെയ്യപ്പെട്ട ദിവസങ്ങളുടെ വ്രതാനുഷ്ഠാനങ്ങൾ, ഇങ്ങനെ ഓരോന്ന് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, ദുരിതങ്ങൾ ഇങ്ങനെ തീരാണ്, കഷ്ടതകൾ ഇങ്ങനെ തീരാണ്. തീരുക മീൻസ് അതിൻ്റെ കാഠിന്യം കുറയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചായ വെച്ചു, കുറേ ചായപ്പൊടി ഇട്ടു, നന്നായിട്ട് ഡിക്കാഷൻ കൂടി, അത് ഒറ്റയടിക്ക് നമുക്ക് കുടിക്കാൻ പറ്റില്ല അല്ലേ? ഒറ്റയടിക്ക് ഡിക്കാഷൻ കൂട്ടിയാൽ കുടിക്കാൻ പറ്റില്ല. അതിൽ കുറേ പഞ്ചസാര വാരിയിട്ടാലും കുടിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അതിലൊരുപാട് വെള്ളം ഒഴിച്ചാലോ? ചായയുടെ ഡിക്കാഷൻ അങ്ങനെയുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ കട്ടി കുറയും. അപ്പോൾ നമുക്ക് എന്തായി?
കുടിക്കാൻ സാധിക്കും. അപ്പം അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ കുറേ തെറ്റുകുറ്റങ്ങളുടെ കാഠിന്യം ഭാരവും ചുമന്നാണ് ഈ ഭൂമിയിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. എല്ലാവരും അതെ, ഞാനും നിങ്ങളും എല്ലാവരും, ആരും വലിയവരും ചെറിയവരും അല്ല. അപ്പോൾ ഈ ഒരു ഭാരം നമ്മളിങ്ങനെ വ്രതാനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും ഒക്കെ എടുത്തെടുത്ത് വരുമ്പോൾ കുറയും. ഇതിൻ്റെ ഭാരം ഒന്ന് കുറയും. ചായപ്പൊടിയുടെ ആ ചായവെള്ളത്തിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാണോ ആ ചായയുടെ കട്ടി കുറയുന്നത്, അതേപോലെ അതിൻ്റെ കാഠിന്യം കുറയും. കാഠിന്യം കുറയുമ്പോൾ എന്തായി? നമുക്ക് ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റും, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റും. നമുക്ക് മനസ്സിലായില്ലേ? പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ളൊരു മനസ്സമാധാനം കിട്ടും, ശാന്തി കിട്ടും, ഉറക്കം കിട്ടും, ടെൻഷൻ കുറയും. അതുകൊണ്ടാണ് പറയുന്നത് വ്രതങ്ങളെടുക്കണം, ഗീത പഠിക്കണം, സത്സംഗങ്ങൾ കേൾക്കണം, അതുപോലെ പ്രചരണം ചെയ്യണം. എങ്ങനെയാണ് പ്രചരണം ചെയ്യുക? നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക്. അപ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആ ദുഃഖങ്ങളിൽ നിന്ന് ഇങ്ങനെ സമാധാനം കിട്ടും. ദാനധർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ വസ്ത്രദാനം ചെയ്യുന്നു, മരുന്ന് ദാനം ചെയ്യുന്നു, ഭക്ഷണം ദാനം ചെയ്യുന്നു. ഏറ്റവും കുറഞ്ഞത് ഒരാൾ ഒരു ഭക്ഷണമെങ്കിലും ദാനം ചെയ്യും. അങ്ങനെ 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 ചെയ്തു വരുമ്പോൾ എന്തായി? നമ്മുടെ ദുരിതങ്ങൾക്കൊരു അയവ് വരും. മനസ്സിലായില്ലേ? ഷുവർ സാക്ഷി മാതാജി. അപ്പോൾ നമ്മുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു അയവ് വരും. അയവ് വരുമ്പോൾ എന്തായി? നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഈ ജീവിതത്തെ നമ്മൾ സംസാര ദുഃഖസാഗരം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഈ ദുഃഖസാഗരം, ഈ ഒരു ജീവിതത്തെ നമുക്ക് മറികടക്കാനാവും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ മറികടന്ന് നമ്മുടെ കർമ്മ ദുരിതങ്ങളുടെ ഭാണ്ഡത്തിൻ്റെ കാഠിന്യം കുറയുമ്പോൾ ഭഗവാനിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള, അതായത് കൃഷ്ണനുമായിട്ട് അടുപ്പമുള്ള അദ്ദേഹത്തിൻ്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് വ്യക്തമായി അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമാണ്. ഭഗവാന്റെ മൂലസ്വരൂപം അത് നമ്മൾക്കറിയാൻ സാധിച്ചാൽ ഭയങ്കര മനോഹാരിതയാണ്. കാരണം എന്താ? ഭഗവാൻ ഒരു ഓടക്കുഴലും പിടിച്ചിങ്ങനെ ഇരിക്കുന്നു, നമ്മൾ അദ്ദേഹത്തെ പൂജിക്കുന്നു. ഇതല്ല, അദ്ദേഹത്തിൻ്റെ മൂലസ്വരൂപം അറിഞ്ഞാൽ, അതായത് സമസ്ത ജീവജാലങ്ങൾക്കും അതിനേക്കാൾ മുകളിൽ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാനെ നമ്മൾ പ്രേമഭക്തി കൊണ്ട്, സ്നേഹം കൊണ്ട് മാത്രമേ നേടാൻ സാധിക്കൂ. അദ്ദേഹത്തിനോടുള്ളൊരു കടമയാണ് നമ്മുടെ ജീവിതം. അദ്ദേഹം നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നു. അപ്പം നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം തിരുത്തി, അപ്പം നമ്മൾ നല്ല വ്യക്തികളായി പഠിച്ച് നല്ല ജോലിയൊക്കെ നേടിയ നമ്മുടെ അച്ഛനമ്മമാർക്ക് വലിയൊരു അഭിമാനമായി അല്ലേ? അപ്പം അവരോടുള്ള കടമയാണ് നമ്മൾ ആ ചെയ്യുന്നത്. അപ്പം അതേപോലെ ഭഗവാനോടുള്ളൊരു കടമയാണ് നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞാൽ എന്തായി? അദ്ദേഹത്തിൻ്റെ മൂലസ്വരൂപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവായി. ഈ തിരിച്ചറിവിനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് ജീവിക്കണം. അങ്ങനെ ജീവിച്ച് വന്നാൽ നമുക്കൊരു ശാന്തി കിട്ടും, ഒരു സമാധാനം കിട്ടും. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുക, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരം സന്തോഷമുള്ള കാര്യമാണ്. അത് നമുക്ക് പെട്ടെന്നൊന്നും ആ സന്തോഷം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് നമുക്ക്. നമ്മളിങ്ങനെ എയറിൽ നിൽക്കുന്ന പോലെ നിൽക്കും. നമുക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷൻസ് ഇല്ലാതെ മനസ്സമാധാനത്തോടെ നമ്മളിങ്ങനെ ഒഴുകി നടക്കും. പ്രശ്നങ്ങൾ വന്നാലും ആരോ ഒരാൾ നമ്മുടെ കൈ മുറുകെ പിടിച്ച ഒരവസ്ഥ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് എങ്ങനെയാണ് ഭാരം കുറയുന്നത്? നമ്മൾ ഭഗവാനുമായിട്ടൊരു ബന്ധമുണ്ടാകുമ്പോഴാണ് അല്ലേ? എല്ലാവരും വരും. ബന്ധമുണ്ടാകുമ്പോഴാണ് ആ ഭാരം കുറയുന്നത്. അതേപോലെ നല്ല ഉഷ്ണമായിട്ടിരിക്കുമ്പോൾ നല്ലൊരു തണുത്ത കാറ്റ് വന്നാൽ എങ്ങനെ ഇരിക്കും? അതേപോലത്തെ ഒരു ഫീവറല്ല, ത്രോട്ട് പെയിൻ. അപ്പം അതേപോലത്തെ ഒരവസ്ഥ നമുക്ക് എവിടെ കിട്ടും? ഭഗവാനുമായിട്ട് നമ്മൾ അടുക്കും തോറും നമുക്ക് കിട്ടും. ഓക്കെ, അറിവില്ലായ്മയെ നമ്മൾ സമുദ്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമുദ്രത്തിലെ നിലയ്ക്കാത്ത
ഒരിക്കലും നിൽക്കാത്ത, അറിവില്ലായ്മയിലെ ഒരിക്കലും നിലയ്ക്കാത്ത ജീവിത സമരത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ സത്സംഗത്തിന് കഴിയും. മനസ്സിലാവുന്നുണ്ടോ? ദുഃഖങ്ങളുടെ ഒരു ഭാരവും പേറി ചുമന്ന് ജീവിക്കുന്ന നമ്മളിലേക്ക് ഭഗവാന്റെ വാക്കുകൾ എത്തുമ്പോൾ ഒരാളെയെങ്കിലും സത്സംഗത്തിലൂടെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്കെന്തായി? ആശ്വാസമായി. നമ്മളറിയാതെ നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അവർ ആ ക്ലാസ്സുകൾ കേൾക്കാൻ ഇടവന്നാൽ, അവർ കൃഷ്ണനെ തിരിച്ചറിയാൻ ഇടവന്നാൽ, അവരുടെ ജീവിതം രക്ഷപ്പെടാൻ നമ്മളൊരു കാരണമായാൽ അനേകം കോടി ജന്മങ്ങളുടെ ദുരിതമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തീരുന്നത്. എത്രയോ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും മുകളിലാണ് പ്രചരണത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ത് ചെയ്യണം? നമ്മളൊരു സത്സംഗം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രീകുമാർ പ്രഭു വളരെ വിഷമിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആ സമയത്ത് നമ്മുടെ ക്ലാസ്, ഇപ്പം ത്രിവേണി അമ്മ നമ്മുടെ ക്ലാസ് എടുത്തിട്ട് ഈ ശ്രീകുമാർ പ്രഭുവിന് ഇട്ട് കൊടുക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വാട്സപ്പൊക്കെ നമ്മൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? കുറേ വാട്സപ്പ് ഇങ്ങനെ ചെക്ക് ചെയ്യും, കുറേ വീഡിയോസ് കാണും, നമ്മുടെ മൈൻഡിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യും അല്ലേ? അതേപോലെ ശ്രീകുമാർ പ്രഭു ഇരുന്ന് ഇങ്ങനെ ഓരോരോ മെസ്സേജ് നോക്കി, ഓരോരോ ഇതൊക്കെ നോക്കുക, വീഡിയോസൊക്കെ നോക്കുകയാണ്. ടാബ്ലറ്റിൻ്റെ എഫക്റ്റാണ് കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. മാതാജി ക്ലാസ്സിലിരുന്ന് കോട്ടുപാടുന്നൊന്ന് ചിന്തിക്കല്ലേ. ഹെവി സഡേഷൻ ആൻറ്റിബയോട്ടിക് ആണ്, അതാണ് അങ്ങനെ വരുന്നത്, ക്ഷമിക്കുക. ബീന മാതാജി, ഹരേ കൃഷ്ണ. അപ്പോൾ ശ്രീകുമാർ പ്രഭുവിൻ്റെ മൊബൈലിലേക്ക് ത്രിവേണി മാതാജിയുടെ മെസ്സേജ് വന്നു. മെസ്സേജ് നോക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ ക്ലാസ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാണ്, ആരും വിഷമിക്കേണ്ട, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം നാളെ നേരം വെളുകുമ്പോഴേക്കും നിങ്ങൾക്ക് തീർന്നു കിട്ടും, ഗുരുവായൂരപ്പൻ തീർത്ത് തരും എന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ ഭഗവാന്റെ വാക്കുകളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്തുന്നത്. കുറഞ്ഞു, അത് സാക്ഷാൽ ഭഗവാന്റെ വാക്കുകളായിട്ടാണ് എത്തുന്നത്. ഓക്കെ മോനെ അമറേ. അപ്പം എന്തായി? ആ ഒരു പ്രതീക്ഷ, ആ ഒരു ചങ്കൂറ്റം. മഹേശ്വരിയക്ക, അപ്പൊ എന്തായി? ആ ഒരു വാക്ക് അവരിൽ ഒരുപാട് ധൈര്യം കിട്ടും. ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ധൈര്യം കിട്ടുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് അവർ പുറത്തു വരും. ആ ധൈര്യത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശ്രീകുമാർ പ്രഭു ചിന്തിക്കുകയാണ്, ഭഗവാൻ നാളെ രാവിലെ ആകുമ്പോഴേക്കും എൻ്റെ പ്രശ്നം മാറ്റിത്തരും. ഹരേ കൃഷ്ണ. നിറഞ്ഞ സമാധാനമുള്ള മനസ്സോടുകൂടി കിടക്കാൻ പോകുമ്പോൾ അവരുടെ ഉള്ളിൽ പല പല വഴികൾ വരും. കാരണം അതുവരെ ടെൻഷനാണ്. ടെൻഷൻ കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒന്നും തോന്നില്ല. റിലാക്സ് ആയ മനസ്സോടെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ വഴികൾ തെളിയും, സമാധാനം കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്വസ്ഥമായി ചിന്തിക്കും. ചിന്തിച്ചെടുക്കുന്ന തീരുമാനം ആ പ്രശ്നത്തെ ഇല്ലാതാക്കും. ഇങ്ങനെയാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ ആ പ്രചരണം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തിയെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ത്രിവേണിയമ്മ അറിയുന്നില്ല, ത്രിവേണിയമ്മ ലൈവ് ആസ് യൂഷ്വൽ സാധാരണ പോലെ കൊടുത്തു, പക്ഷെ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം ത്രിവേണിയമ്മ അറിയുന്നില്ല. അപ്പോൾ ത്രിവേണിയമ്മ കാരണം അവരുടെ ജീവിതത്തിൽ ശ്രീകുമാർ പ്രഭുവിൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ദൂരീകരിക്കപ്പെടുകയാണെങ്കിൽ, അദ്ദേഹം ഭഗവാനുമായി അടുക്കുകയാണെങ്കിൽ ഭഗവാൻ നിറഞ്ഞനുഗ്രഹിക്കും ത്രിവേണിയമ്മയെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ലൈവ് ഷെയർ ചെയ്യൂ, ലൈവ് ഷെയർ ചെയ്യൂ. കാരണം അത് നമ്മളറിയാതെ നമുക്ക് വരുന്നൊരു അനുഗ്രഹമാണ്, ഒരു ബോണസാണ്. മനസ്സിലായില്ലേ? ഒരു ബോണസാണത്. അപ്പോൾ ആ ബോണസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെയാണ് ശ്രീല പ്രഭുപാജി പ്രചരണത്തിൻ്റെ ഭാഗമാകൂ എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഭൗതിക ലോകത്തെ, അതായത് ഈ ലോകത്തിനെയാണ് നമ്മൾ ഭൗതിക ലോകം എന്ന് പറയുന്നത്. നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തെ, ഇപ്പം മഞ്ജരീസിൻ്റെ സത്സംഗം കാണുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള വേർഡ്സുകളുടെ അർത്ഥം അറിയാം. പക്ഷെ ഞാൻ എന്തുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നു എന്നോർത്താൽ, പുതിയ പുതിയ ആളുകൾ കാണുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്നുള്ളത് അറിയാതെ പോകും. അപ്പം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിരുന്നത്.
ഭൗതിക ലോകത്തെ, അതായത് ഈ ജീവിക്കുന്ന ലോകത്തെയാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് മെറ്റീരിയൽ വേൾഡ് എന്ന് പറയും. ഓക്കെ, മെറ്റീരിയൽ വേൾഡ് എന്ന് പറയും. അപ്പോൾ ഈ ലോകത്തിലെ ചിലപ്പോൾ ചില സമയത്ത് അജ്ഞാന സമുദ്രമായിട്ട് നമ്മൾ കാണേണ്ടി വരും ഈ ലോകത്തിനെ. കാരണം എന്താ? ഗംഗാ വിപിൻ മാതാജി, താങ്ക് യു സോ മച്ച്. അവിടുത്തെ DP എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ആ ഒരു അറിവില്ലായ്മയുടെ ഒരു ഘോഷയാത്രയാണ് ഈ ലോകം, അല്ലെ? ദേഷ്യം, വെറുപ്പ്, അസൂയ, പ്രതികാരം, ക്ഷമയില്ലായ്മ, ഇങ്ങനെ അറിവില്ലായ്മയുടെ ഒരു ഘോഷയാത്രയാണ് ഈ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകത്തിന് നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് അജ്ഞാനമാകുന്ന ഭൗതിക ലോകം എന്ന് പറയാം. അപ്പൊ ഈ ഭൗതിക ലോകത്തെ നമ്മൾ അജ്ഞാന സമുദ്രം എന്ന് പറയാം. എന്തുകൊണ്ടാണ് അജ്ഞാന സമുദ്രം എന്ന് പറയുന്നത്? സമുദ്രം വളരെ വലുതാണ്, വളരെ ആഴമേറിയതാണ്. സൂര്യപ്രകാശം പോലും അടിത്തട്ടിലേക്ക് കടന്നു ചെല്ലുന്നില്ല. അപ്പോൾ ആ അജ്ഞാനമാകുന്ന ആഴമേറിയ സമുദ്രത്തിനേക്കാൾ വലുതാണ് നമ്മുടെ അറിവില്ലായ്മ. അതുകൊണ്ടാണ് അറിവില്ലായ്മയെ ഈ ലോകത്തെ അജ്ഞാന സമുദ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ചിലപ്പോൾ ആളിക്കത്തുന്ന ത്രോട്ട് പെയിൻ ആണ് ഗോപാൽ പ്രഭു, അതുകൊണ്ടാണ്, ക്ഷമിക്കണേ. ചിലപ്പോൾ ആളിക്കത്തുന്ന ആരണ്യമായിട്ടും നമുക്ക് പറയാം. ആരണ്യം എന്ന് പറഞ്ഞാൽ എന്താ? കാട്. അപ്പോൾ ഈ ആളിക്കത്തുന്ന ആരണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാട്ടിലൊരു തീ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആളിക്കത്തും, നമുക്കത് അണയ്ക്കാൻ കഴിയില്ല, പ്രയാസമാണ്, സർവ്വതിനെയും വിഴുങ്ങിക്കളയും, അല്ലേ? കുഴപ്പമില്ല അമ്മ, സർവ്വതിനെയും വിഴുങ്ങിക്കളയും. അപ്പൊ അതേപോലെ അജ്ഞാനമാകുന്ന സമുദ്രത്തെ പോലും, അജ്ഞാനമാകുന്ന സമുദ്രത്തെ പോലെയും അതുപോലെ തന്നെ ആളിക്കത്തുന്ന കാടിനെ പോലെയും നമുക്ക് എന്തിനെ സങ്കല്പിക്കാം? ഈ ഭൗതിക ലോകത്തെ നമുക്ക് സങ്കല്പിക്കാം. മനസ്സിലായില്ലേ? എത്ര കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിലും, നീന്താൻ അറിയുന്ന ഒരാളാണെങ്കിലും ശരി, കടലിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സമരം തന്നെയാണത്, അല്ലേ? എത്ര കഴിവുള്ള ഒരാളാണെങ്കിലും. ഇപ്പൊ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തില് എന്തായിരുന്നു? ഒരു ടൈറ്റാൻ എന്ന് പറയുന്ന മുങ്ങിക്കപ്പല് കടലിനടിയിൽ പെട്ടുപോയി. ആ കമ്പനിയുടെ ഓണറും ബിസിനസ്സുകാരും എത്രയോ വട്ടം ടൈറ്റാനിക് കപ്പൽ കാണാൻ പോയ വ്യക്തിയും, അങ്ങനെ നല്ല കഴിവുള്ള കുറച്ചൊരു 4-5 പേരാണ് പോയത്. പക്ഷെ അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പൊ സമുദ്രം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ അഗാധമായ ഒരു സംഭവമാണ്. ഇതേപോലെയാണ് ഈ ഭൗതിക ലോകത്തും നമ്മൾ ജീവിക്കാൻ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു കടുത്ത സമരമാണ്. ആ സമരത്തിൽ നമ്മൾ ജയിക്കണം. ആ സമരത്തിൽ, കടലാകുന്ന നമ്മുടെ ജീവിത സമരത്തിൽ നീന്തി നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നീന്തുന്ന വ്യക്തിയെ കരയ്ക്ക് പിടിച്ച് കയറ്റാൻ വരുന്ന ആളെയാണ് ആരെന്ന് പറയുന്നത്? ഉത്തമനായിരിക്കുന്ന രക്ഷകൻ എന്ന് പറയുന്നത്. ഓക്കെ, ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന അറിവ്, അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. വേറൊന്നും ഈ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമില്ല. പണമുണ്ടായിട്ട് കാര്യമില്ല, പ്രശസ്തി ഉണ്ടായിട്ട് കാര്യമില്ല, സൗന്ദര്യം ഉണ്ടായിട്ട് കാര്യമില്ല, ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഭഗവാനിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന, നമ്മുടെ ഗുരു പരമ്പര വഴി ലഭിക്കുന്ന അറിവ്, ആ അറിവാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിച്ചാൽ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു വരാം. ആ പുറത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്ന വ്യക്തിയാണ് നമ്മുടെ ഗുരുപരമ്പരകൾ. അവരാണ് നമ്മുടെ രക്ഷകർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? കൃഷ്ണാവബോധം എന്ന് പറയുന്ന ഈ തോണി, രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കയറുന്ന കൃഷ്ണാവബോധം എന്ന് പറയുന്ന ഈ തോണി ഭയങ്കരം ശ്രേഷ്ഠമാണ്, അമൂല്യമാണ്, അതുപോലെ വളരെ ലളിതവുമാണ്. ഇപ്പോൾ നമ്മൾ 4 അധ്യായം വരെ ഗീതയെക്കുറിച്ച് പഠിച്ചു. ആർക്കെങ്കിലും ടഫായിട്ട് തോന്നിയോ ഗീത? ആർക്കെങ്കിലും ടഫായിട്ട് തോന്നിയോ?
എനിക്ക് മറ്റുള്ളവരുടെ ക്ലാസ്സിൻ്റെ കാര്യം അറിഞ്ഞുകൂടാ. ഇവിടെ ഇരുന്ന് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങളാകുന്ന നല്ല ഭക്തരുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഭഗവാനോടുള്ള സ്നേഹവും ഭഗവാന് നിങ്ങളോടുള്ള സ്നേഹവും കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞ 4 അധ്യായങ്ങളും ആർക്കെങ്കിലും ടഫായിട്ട് തോന്നിയോ? ഇല്ല. അതെന്തുകൊണ്ടാ? ഭഗവാന് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ കൃഷ്ണാവബോധം എന്ന് പേരിട്ട ആ തോണിയിൽ ചാടിക്കയറാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ കൃഷ്ണാവബോധം എന്ന് പറയുന്ന ആ തോണിയിലേക്ക് എങ്ങനെങ്കിലും കയറിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ എന്തായി? ആ തോണിയിലേക്ക് കയറുന്ന കയറ്റം നമുക്ക് ഈസിയായി. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതാണ് കാര്യം. ആ കൃഷ്ണാവബോധം എന്ന് പറയുന്ന ആ തോണി വളരെ ലളിതമാണ്, വളരെ ശ്രേഷ്ഠമാണ്, വളരെ എളുപ്പമാണ്. അതിലൊക്കെ നമ്മളൊന്ന് കയറി ഇരുന്നാൽ മതി, നമുക്കെല്ലാം കിട്ടും. ക്ലിയർ? ഇവിടെ ഇപ്പം നമുക്ക് 36-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഓക്കെ, ഇനി 37-ാമത്തെ ശ്ലോകം. 37-ാമത്തെ ശ്ലോകമാണ്. യഥൈധാംസി സമിദ്ധോ ഭസ്മ സാത്കുരുധേ അർജുന ജ്ഞാനാഗ്നി സർവകാമാണി സർവകർമാണി ഭസ്മാസ്കുരുധേ തഥാ എന്ന് പറഞ്ഞാൽ, അർജുന, ഭഗവാൻ പറയാണ്, അർജുന, കത്തുന്ന തീ വിറകിനെ എന്നതുപോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും ഭസ്മമാക്കുന്നു. കത്തുന്ന തീ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തീൻ്റെ അകത്തേക്ക് നമ്മളൊരു അടുപ്പിൽ തീ കൂട്ടിയിട്ട് തീ ആളി കത്തിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ്? വിറക് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, നല്ല ഉണങ്ങുന്ന വിറക് അതിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ തീ ആളി 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 കത്തും. പിന്നെ നോക്കുമ്പോഴെന്താ? എല്ലാം ശാന്തമായി ഒരു തരി ഭസ്മം മാത്രം. അപ്പം അതേപോലെ അർജുന, അറിവ് നൽകുന്ന കൃഷ്ണാവബോധം, ഭഗവാനെക്കുറിച്ചുള്ള അറിവ് നിന്റെ ജീവിതത്തിലെ തീയാകുന്ന എല്ലാ കർമ്മഫലങ്ങളെയും ഭസ്മമാക്കി കളയുന്ന ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുന്നൊന്നും തെറ്റില്ല, സത്യമല്ലേ? ഭഗവാൻ പറയാണ്, നീ കുറെ കർമ്മഫലങ്ങളുടെ ഭാണ്ഡവും പേറിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ വന്നത്. ആ കർമ്മഫലങ്ങളൊക്കെ നിനക്കൊന്നും ഇല്ലാതാക്കണ്ടേ? അതിന് നീ എന്ത് ചെയ്യുക? കൃഷ്ണാവബോധത്തിലേക്ക് വരിക. നീ ഗീത പഠിക്കുക അർജുന. ഗീത മനസ്സിലായി കഴിഞ്ഞാൽ കൃഷ്ണാവബോധത്തിലേക്കായി നമ്മൾ. ആ കൃഷ്ണാവബോധം വന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നീ ഈ ജന്മം എടുക്കുമ്പോൾ കൊണ്ടുവന്ന എല്ലാ കർമ്മഫലങ്ങളും മാറിക്കിട്ടും. അപ്പൊ വളരെ എളുപ്പമാണ് നമുക്ക്. നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്, ഈ വീണ്ടും ജന്മം എടുത്തത്. ഈ കർമ്മഫലങ്ങളെ തീർക്കാൻ എന്താ വഴി? കൃഷ്ണാവബോധം മനസ്സിലാക്കുക, കൃഷ്ണനെ അറിയാം. അപ്പൊ പറയുന്നു, ജീവാത്മാവ്, പരമാത്മാവ്, ഇവരെ കുറിച്ചുള്ള, അതായത് ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ളിലിരിക്കുന്ന ആത്മാവ്, പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ ജീവാത്മാവിനെയും പരമാത്മാവിനെയും പരസ്പരം, അവർ തമ്മിലുള്ള പരസ്പരമായിരിക്കുന്ന ബന്ധം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ പരസ്പരമായിരിക്കുന്ന ബന്ധം, അതേക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ അറിവ്, ആ അറിവിനെ ഇവിടെ നമുക്ക് അഗ്നി എന്ന് പറയാം. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു തീയാണ്, ഒരു അഗ്നിയാണത്. ആ അഗ്നിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, രമണൻ പ്രഭു. പാപകർമ്മങ്ങളുടെ മാത്രമല്ല, പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങളും കൂടി ഈ അഗ്നിയിൽ അങ്ങ് ചാമ്പലായി പോകും. പുണ്യകർമ്മങ്ങൾ ചെയ്താലുള്ള ഫലങ്ങളും പാപകർമ്മങ്ങൾ ചെയ്താലുള്ള ഫലങ്ങളും എല്ലാം ഭഗവാൻ എന്ന് പറയുന്ന സത്യത്തിലും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അറിവിലും എന്തായിപ്പോവും? ചാമ്പലായിപ്പോവും. അപ്പം നിങ്ങൾ ചോദിക്കും, മാതാജി, നമുക്ക് പാപകർമ്മങ്ങളൊക്കെ പോയാൽ പോരെ, നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മ ഫലങ്ങൾ എന്തിനാ മാതാജി പോയി പോകുന്നത്? അത് പോണ്ട കാര്യമില്ലല്ലോ എന്നൊരു ചോദ്യം ഉള്ളിലുണ്ടാവും. അതിൻ്റെ അർത്ഥമാണ് അടുത്തത് പറയാൻ പോകുന്നത്. കർമ്മത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾക്ക്, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ, ഒരു കാര്യത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ റിയാക്ഷനുകൾക്ക് പല പല തരത്തിലുള്ള അവസ്ഥകളുണ്ട്. മനസ്സിലായില്ലേ? അങ്കുരാവസ്ഥ, ഫലോദയാവസ്ഥ,
നേടിക്കഴിഞ്ഞ അവസ്ഥ, വരാനിരിക്കുന്ന അവസ്ഥ, അങ്ങനെ പല പല അവസ്ഥകളുണ്ട്. എന്നാൽ ജീവസത്തയുടെ, അതായത് ഒരു ജീവന്റെ, നമ്മളൊരു ജീവനാണ്, ഈ ചെടി മരവും എല്ലാം ഒരു ജീവനാണ്. അപ്പോൾ ഒരു ജീവസത്തയുടെ മൂലസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ്, അതേ മോനെ അമറേ, മൂലസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ്, ഒരു ജീവസത്ത, ആ ജീവി, അല്ലെങ്കിൽ ഇപ്പം ഒരു മനുഷ്യൻ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്നു. ആ ബീജം എവിടെ നിന്ന് വന്നു? ആ ബീജം ഉണ്ടാവാനുള്ള കാരണം ആരാണ്? ആ കാരണം ആരാണ്? അങ്ങനെ 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 പോവും അല്ലേ? ബാക്കോട്ട് 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 പോകുന്നതിനാണ് മൂലസ്വരൂപം എന്ന് പറയുന്നത്. തുടക്കം അതെവിടുന്നാന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു അറിവ് എവിടെ എത്തി നിൽക്കുക? ഭഗവാനിലേക്കാണ് എത്തി നിൽക്കുക. ഇപ്പം എൻ്റെ അച്ഛൻ്റെ 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 അങ്ങനെ പോവും. തുടക്കം എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്ന്. അപ്പോൾ ആ ഒരു അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമസ്ത അറിവില്ലായ്മയെ നശിപ്പിച്ചു കളയും. ആ ഒരു അറിവ് ഭഗവാനിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരറിവില്ലായ്മ ഉണ്ടാവില്ല. നമ്മൾ എന്തായി? ആ തൃപ്പാദങ്ങളിൽ നമ്മൾ പോയി നമസ്കരിക്കും. കൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ നിന്ന് എല്ലാം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി? നമ്മൾ പോയി നമസ്കരിക്കും. അതുവരേക്കും നമ്മളിങ്ങനെ ചിന്തിക്കും, ഇതിൻ്റെ മുകളിൽ എന്താണ്, അതിൻ്റെ മുകളിൽ എന്താണ്, ഇവിടെ എന്താണ്, അവിടെ എന്താണ്, ആലോചിച്ചുകൊണ്ടേയിരിക്കും. അതിനെയാണ് അറിവില്ലായ്മ എന്ന് പറയുന്നത്. ഈ അറിവില്ലായ്മയ്ക്കൊരു ഉത്തരമാണ് എന്ത്? ശ്രീകൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ. ആ ഭഗവാൻ കൃഷ്ണനാണ് സമസ്തത്തിൻ്റെയും എല്ലാത്തിൻ്റെയും തുടക്കം എന്നറിഞ്ഞാൽ ആ തുടക്കമാകുന്ന ഭഗവാൻ കൃഷ്ണനെയാണ് പരമാത്മാവ് അല്ലെങ്കിൽ ശ്രീ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഒരാൾ പൂർണ്ണമായ അറിവ് നേടിക്കഴിഞ്ഞാൽ കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായിരിക്കുന്ന എല്ലാ കർമ്മഫലങ്ങളും പോവും. പൂർണ്ണമായ അറിവെന്താ? എൻസൈക്ലോപീഡിയ ആണോ? ഒരു എൻസൈക്ലോപീഡിയയിൽ എല്ലാം ഉണ്ട്, എല്ലാത്തിനെ കുറിച്ചും ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ വീട്ടിൻ്റെ വാതിക്കലൊക്കെ പിള്ളേർ പുസ്തകം വിൽക്കാൻ വരും. അപ്പം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇതിനപ്പുറത്തേക്കും അറിവില്ലേ? ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അറിവില്ലേ? ഉണ്ട്. അതിൻ്റെയും അപ്പുറത്തേക്ക് അറിവില്ലേ? അതൊക്കെ എവിടെ? അപ്പം എങ്ങനെയാണ് എൻസൈക്ലോപീഡിയ കംപ്ലീറ്റ് ആവുന്നത്? ഒരിക്കലുമില്ല. കംപ്ലീറ്റ് ആയിരിക്കുന്ന എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതം. മനസ്സിലായില്ലേ? ഗീത, അതാണ് കംപ്ലീറ്റ് ആയ അറിവെന്ന് പറയുന്നത്. ആ കംപ്ലീറ്റ് ആയ അറിവിന്റെ നട്ടെല്ലാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ. നട്ടല്ലില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ആ ഭഗവാനാണ് സർവ്വതിൻ്റെയും തുടക്കവും ഒടുക്കവും എന്ന് ചിന്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പഠിക്കാനില്ല. ഒരു BEdും BTechും എന്താ പറയുക MBBSും പഠിക്കുന്നതിനേക്കാൾ അറിവാണ് ഗീത പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കാന്നറിയോ? നമ്മളുടെ ഉള്ളിൽ എന്ത് ചോദ്യം വന്നാലും അതിനുള്ള ഉത്തരം നമ്മൾക്കുള്ളിൽ തന്നെ വരും. ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു തരും നമുക്ക്, ഇതാണ് 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 എന്നിങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതർവൈസ് നമുക്ക് ആരും പറഞ്ഞു തരില്ല. നമ്മളിപ്പം എന്തറിയണമെങ്കിലും ഡയറി, ഡിക്ഷണറി ഒക്കെ എടുത്ത് നോക്കും. പക്ഷേ നമ്മുടെ ജീവിതമാകുന്ന യാത്രയിലെ ചില കാര്യങ്ങൾ അറിയാൻ നമ്മൾ പ്രയാസപ്പെടും. പക്ഷെ കൃഷ്ണനെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണനാണ് സർവ്വതിൻ്റെയും തുടക്കം എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് പറയേണ്ട ആൾ പറയേണ്ട രീതിയിൽ പറഞ്ഞിരും. അപ്പം നമുക്ക് എല്ലാ അറിവുകളും കിട്ടും. മനസ്സിലാവുന്നുണ്ട്? എല്ലാ അറിവുകളും നമ്മൾക്കുള്ളിലേക്ക് വരും. പിന്നെന്താ പറയുന്നത്? ഉഭേ ഉഹൈ വൈഷ ഏതേ തരതേ മൃത സ്വാധാ സാധൂനി എന്ന് പറഞ്ഞാൽ ഒരാൾ പുണ്യ പാപ ഫലങ്ങൾക്ക് അധീനനാകുന്നു. ഭഗവാൻ എന്ന് പറയുന്ന പരമസത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പുണ്യത്തിൻ്റെയും പാപങ്ങളുടെയും ഒക്കെ മുകളിലായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് പുണ്യമില്ല പാപമില്ല ഒന്നുമില്ല, അതിൻ്റെയും മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. കൃഷ്ണാവബോധം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതീന്ദ്രിയ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വലിയ നിലയിലേക്ക് എത്തും. നമ്മൾ പോലും ചിന്തിക്കാത്ത അവസ്ഥയിലോട്ട് ആ വ്യക്തി എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്തായി? വലിയൊരവസ്ഥയിലോട്ടാണ് നമ്മൾ എത്തുന്നത്.
ആ അവസ്ഥയെ നമുക്കൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ട്? ഇനി 38ാമത്തെ ശ്ലോകം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യേതേ തത്സ്വയം യോഗ സംസിന്ധ കാലാനാത്മിനീ വിദന്തി എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ അതീന്ദ്രിയ ജ്ഞാനം പോലെ, അതായത് ഭഗവാനെ കുറിച്ച് അറിയുന്ന അറിവിനെ പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായിട്ട് മറ്റൊന്നുമില്ല. ഭഗവാനെ കുറിച്ച് അറിയുന്ന അറിവിനേക്കാൾ വലുതായിട്ട്, ശ്രേഷ്ഠമായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. ആ അറിവ് മാത്രമാണ് ഏറ്റവും വലുത്. ആ ഒരു ജ്ഞാനം, ആ ഒരു അറിവ് ആധ്യാത്മിക ദർശനത്തിൻ്റെ പരിപക്വ ഫലമാണ്. പരിപക്വ ഫലം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പാകമായ മാമ്പഴം എന്ന് കേട്ടിട്ടില്ലേ? ഒരു മാവേൽ ഇങ്ങനെ മാമ്പഴം നിൽക്കുന്നു, ദേ പിന്നിൽ നിൽക്കുന്നു. അത് പാകമായോ? ഇല്ല, അത് കായയാണ്, പച്ച മാമ്പഴമാണ്. അത് നന്നായി പഴുത്ത് മഞ്ഞ കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ആ രുചികരമായ മാമ്പഴമായി, പാകമായി എന്ന് പറയും. അപ്പം അതേപോലെ ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ആ ഒരു ജ്ഞാനം, ആ ഒരു അറിവിനെ നമ്മൾ ആധ്യാത്മിക ദർശനത്തിൻ്റെ, അതായത് ഭഗവാനെ അറിയുന്ന ആധ്യാത്മികമായിരിക്കുന്ന അറിവിൻ്റെ പരിപൂർണമായ ഫലമാണത്. ഭഗവാനെ കുറിച്ച് അറിയുന്ന അറിവിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ, അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം ഒരു പരിപക്വ ഫലമായി. അല്ലെങ്കിൽ എന്തായി? പരിപക്വ ഫലമാവില്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഇങ്ങനെ നിൽക്കും പച്ചക്കായ പോലെ. പഴുത്തോന്ന് വെച്ചാൽ പഴുത്ത്, പഴുത്തില്ലെന്ന് വെച്ചാൽ പഴുത്തില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കണം, അല്ലെ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് വേണം. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം ലഭിക്കുന്ന പറയുന്നത്. ഭക്തിയോഗം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്താ ഭക്തിയോഗം എന്നൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഭഗവാനെ കുറിച്ച് അറിയാനുള്ള നമ്മുടെ ആത്മാവിൻ്റെ ത്വരിതയെ, അറിയാനുള്ള ആ ആഗ്രഹത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, പൂർണ്ണതയിലെത്തിക്കാൻ പല പല വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യും. ജപിക്കും, വായിക്കും, സത്സംഗം കേൾക്കും, പരിശുദ്ധമായിരിക്കുന്ന ഗുരുപരമ്പരകളുമായിട്ട് ബന്ധം സ്ഥാപിക്കും, ക്ഷേത്ര ദർശനം നടത്തും, ദാനധർമാദികൾ ചെയ്യും, ഭഗവാനെ സേവിക്കും. ഇങ്ങനെ നമ്മൾ പല വഴികളിലൂടെ ഭഗവാനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ആ പരിശീലനത്തെ നമ്മൾ ഭക്തിയോഗം എന്ന് പറയും. അപ്പോൾ ഈ ഭക്തിയോഗത്തിലൂടെ യാത്ര ചെയ്ത് എവിടെ എത്തും? ഭഗവാന്റെ അടുത്തേക്ക് എത്തും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആദ്യം നമ്മളൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് അവിടെ ഇറങ്ങി, ഓട്ടോ ഇറങ്ങി, അങ്ങോട്ട് വണ്ടി പോവില്ല, ശരി, അവിടെ ഇറങ്ങി കുറച്ച് ദൂരം നടന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ബസ്, റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് ബസ് കയറി ഒരു സ്ഥലത്തിറങ്ങി, അവിടുന്ന് നമ്മളൊരു ഓട്ടോ പിടിച്ച് വീണ്ടും അപ്പുറത്തെ സ്ഥലത്തെത്തി നമ്മൾ ആ എത്തേണ്ട സ്ഥലത്തെത്തും. പലവിധ രീതിയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് പോലെ മുൻപേ പറഞ്ഞ പല കാര്യങ്ങളിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് യാത്ര ചെയ്യാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഭഗവാനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് എന്തായി? അതീന്ദ്രിയ ജ്ഞാനം നമുക്ക് ലഭിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും, കുറേ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കുറേ പേരും പ്രശസ്തിയും വാങ്ങിയിട്ട് കാര്യമില്ല, വലിയ വീട് കെട്ടിയിട്ട് കാര്യമില്ല. എല്ലാത്തിൻ്റെയും മൂലാധാരം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായി? ശാന്തിയും സമാധാനമായി. അതിനിപ്പം നമ്മൾ ഒരു വീട്ടിൽ വലിയ കൊട്ടാരത്തിലല്ല താമസിക്കുന്നത് എങ്കിൽ കൂടിയും നമുക്ക് സമാധാനം കിട്ടും, ശാന്തി കിട്ടും എന്ന് നമുക്ക് സ്വയം മനസ്സിലാവും. അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഒരു അറിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായിരിക്കുന്ന അറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ആധ്യാത്മികമായിരിക്കുന്ന അറിവിനെയാണ് നമ്മൾ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആധ്യാത്മികമായിരിക്കുന്ന അറിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. ആ അറിവിനേക്കാൾ വലുതായിട്ട്, മഹത്തായിട്ട്, വിശുദ്ധമായിട്ട് യാതൊന്നുമില്ല. ഭഗവാനെ കുറിച്ച് അറിയുന്ന കാര്യത്തിൽ നമ്മൾക്ക് പല തടസ്സങ്ങൾ വരും. ചില വ്യക്തികൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് കേൾക്കണ്ട, അല്ലെങ്കിൽ ഷെയർ ചെയ്യണ്ട, ജപിക്കണ്ട, നോൺ വെജ് നിർത്തണ്ട, അല്ലെങ്കിൽ പറയും എന്താണ്, ചായയും കാപ്പിയും നിർത്തണ്ട, ഉള്ളിയും വെളുത്തുള്ളിയും കഴിച്ചാൽ കുഴപ്പമില്ല,
ഇങ്ങനെ പല പല രീതിയിൽ നമ്മളെ പ്രവോക്ക് ചെയ്യും അല്ലേ? നമുക്ക് ചുറ്റുമുള്ള പലരും എന്താ അപ്പം അതൊക്കെ ചെയ്താൽ എന്നൊക്കെ പറയും. അപ്പം ആ തടസ്സങ്ങളെയെല്ലാം മറികടന്ന് നമ്മൾ ഈശ്വരനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുന്നു? ആധ്യാത്മികമായിരിക്കുന്ന ഒരു ജ്ഞാനം നേടാനുള്ള വഴിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ആധ്യാത്മികമായിരിക്കുന്ന ഒരു ജ്ഞാനത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ യാത്രയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്തായി? ഭഗവാനുമായിട്ടൊരു കണക്ഷൻ വരും. ആ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആര് പോയാലും ആര് വന്നാലും ആര് നിന്നാലും നമുക്കൊരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ നോക്കിക്കാണുന്നത് ഭഗവാൻ കൃഷ്ണനെയാണ്. വായ കൊണ്ട് നമുക്ക് കൃഷ്ണ 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 എന്ന് പറയാം, പക്ഷെ ഹൃദയത്തിൽ കൃഷ്ണൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഹൃദയത്തിൽ കൃഷ്ണൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പരാതിയില്ല, ഒരു വിഷമവും ഇല്ല, ഒരു ഇല്ലായ്മകളും ഇല്ല. ചിലവരെയൊക്കെ മരുമക്കൾ വല്ലാതെ വിഷമിപ്പിക്കും, പക്ഷെ ആ അച്ഛനമ്മമാരെന്ത് ചെയ്യും? സഹിച്ചു നിൽക്കും. കാരണം എന്താ? അവരെന്തൊക്കെ ദ്രോഹം ചെയ്താലും അച്ഛനമ്മമാരെ അത് അലട്ടില്ല. കാരണം അവരങ്ങ് സഹിക്കും. ആരെ ഓർത്തിട്ട്? ഭഗവാൻ കൃഷ്ണനെ ഓർത്തിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാൻ കൃഷ്ണനോടൊരു ആധ്യാത്മികമായിരിക്കുന്ന ഒരു ബന്ധം പുലർത്തി കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയൊരു അറിവ് ഈ ലോകത്തില്ല. എല്ലാം സഹിക്കാൻ നമ്മളുടെ ഒപ്പം ഒരാൾ നിൽക്കും, ഭഗവാൻ കൃഷ്ണൻ നിൽക്കും. ചിലപ്പോൾ ഒറ്റപ്പെട്ട് മുറിയിൽ ബെഡിലിരുന്ന് തലകുനിച്ച് കരയും ചിലർ, മക്കള് പറയുന്നത് കേട്ടിട്ട്, ഭർത്താവ് പറയുന്നത് കേട്ടിട്ട്, ഭാര്യ പറയുന്നത് കേട്ടിട്ട്, സഹോദരങ്ങൾ പറയുന്നത് കേട്ടിട്ട്, അച്ഛനമ്മമാര് പറയുന്നത് കേട്ടിട്ട്, കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ട് തല കുനിച്ച് ബെഡിലിരുന്ന് കരയും. ആരുമില്ല എന്നൊരു തോന്നൽ. പക്ഷെ അവരോർക്കേണ്ട കാര്യമുണ്ട്, നിങ്ങളുടെ തൊട്ടടുത്ത് കൃഷ്ണനും ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കൃഷ്ണനെ ഹൃദയം കൊണ്ടങ്ങ് വിളിക്കുമ്പോൾ ആ മഹാശക്തിക്ക് വരാൻ കഴിയില്ല, വരാതിരിക്കാൻ കഴിയില്ല. വരും, അദ്ദേഹം വന്നിരിക്കും. ഹൃദയം കൊണ്ട് നുറുങ്ങി അങ്ങ് വിളിച്ചാൽ അദ്ദേഹം വരും. അദ്ദേഹം വന്നിട്ട് നിങ്ങളെ എന്തെല്ലാം പറയുന്നു അതെല്ലാം ആ പാവം അടുത്ത് നിന്ന് കേൾക്കും, നിശബ്ദനായി നിന്ന് കേൾക്കും. കേട്ടിട്ട് അദ്ദേഹം എന്തു ചെയ്യും? നമുക്ക് മനസ്സിനൊരു ധൈര്യം തരും, ഒരു സമാധാനം തരും മനസ്സിന്. എങ്ങനെയാ തരിക? വിഷമിക്കേണ്ട, ഞാൻ എൻ്റെ കൂടെ. നിന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഒറ്റപ്പെടുത്തിക്കോട്ടെ, ഞാൻ കൂടെയുണ്ട് എന്നും പറഞ്ഞ് കൃഷ്ണൻ നമ്മുടെ കണ്ണുനീരിങ്ങനെ തുടക്കും. നമ്മളെ നെഞ്ച് പൊട്ടുമ്പോൾ നമ്മൾ ചിലപ്പം നമ്മുടെ മൊബൈലിലിരിക്കുന്ന കൃഷ്ണനെയോ അല്ലെങ്കിൽ നമ്മുടെ ഭിത്തിയിലിരിക്കുന്ന കൃഷ്ണൻ്റെ എന്താ പറയുക ആ ഒരു ഫോട്ടോയിലേക്കോ എങ്ങോട്ടെങ്കിലുമൊക്കെ നമ്മൾ നോക്കും അല്ലേ? നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അറിയാതെ നോക്കിപ്പോവും. കാരണം എന്താ? ഭഗവാനെ, നീ ഇതൊന്നും കാണുന്നില്ലേ കൃഷ്ണ? ഗുരുവായൂരപ്പ, ഞാൻ എന്തെല്ലാം സഹിക്കുന്നു ഭഗവാനെ എന്ന് നമ്മൾ പറയുമ്പോൾ കൃഷ്ണൻ പറയാതെ പറയുന്നുണ്ട്, കണ്ണ് തുടയ്ക്ക്, വിഷമിക്കണ്ട, ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ, ഞാൻ എപ്പോഴും കൂടെയുണ്ട്, ഒറ്റയ്ക്കാക്കില്ല ഞാൻ എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഭഗവാന്റെ ആ വാക്ക് ഹൃദയം കൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചാൽ ആ കേൾക്കുന്ന വാക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നമ്മളെ ആനന്ദിപ്പിക്കും. പറയുന്നുണ്ട് അദ്ദേഹം, ഒറ്റയ്ക്കല്ല, ഞാനും കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല ഈ അപമാനങ്ങൾ സഹിക്കുന്നത്, ഈ തെറിവിളികൾ സഹിക്കുന്നത്, ഈ വേദനകൾ സഹിക്കുന്നത്. നിന്നോടൊപ്പം ഞാനും ഇരിക്കുന്നു ഈ മുറിയിൽ, ഈ വീട്ടിൽ നിന്നോടൊപ്പം ഞാനും സഹിക്കുന്നു ഇതെല്ലാം നിനക്ക് വേണ്ടി എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. ശ്രീകോവിലിരിക്കുന്ന ഒരു രൂപമല്ല അദ്ദേഹം, നമുക്കൊപ്പം നടക്കുന്ന നമ്മുടെ സന്തത സഹചാരിയാണ് കൃഷ്ണൻ. ഓക്കെ, അങ്ങനെ കൃഷ്ണൻ നമ്മളോട് പറഞ്ഞ് നമുക്കൊപ്പം അദ്ദേഹം നടക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? മനുഷ്യന് ബന്ധകാരണം അജ്ഞാനമത്രേ. എന്താ മനുഷ്യന്റെ ബന്ധകാരണം? കുറേ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് നേട്ടമാണ് ഈ ബന്ധങ്ങൾ കൊണ്ട്? നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ വേദനിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഇല്ലാതെ ആയാൽ
എത്ര ബന്ധങ്ങൾ നമുക്കൊപ്പം വന്ന് നിൽക്കും? എത്ര ബന്ധങ്ങൾ വന്ന് നിൽക്കും? ആലോചിച്ചിട്ട് പറയും. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, 10 രൂപ കയ്യിലില്ല, രോഗബാധിതരായി കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര ബന്ധങ്ങൾ നിങ്ങൾക്കൊപ്പം വന്ന് നിൽക്കും? ആലോചിച്ച് നോക്കണം. ആലോചിച്ച് നോക്കിയിട്ട് പറയണം എത്ര ബന്ധങ്ങൾ വന്ന് നിൽക്കുമെന്ന്. ഇങ്ങനെ വരാത്ത ഏത് ബന്ധങ്ങളാണ് നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നത്? ഏത് ബന്ധങ്ങളാണ് മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നത്? ഒരു ബന്ധങ്ങളും മുറുകെ പിടിക്കേണ്ട. ഒരാൾ പോലും നമ്മുടെ കൂടെ നിൽക്കില്ല. മനസ്സിലായില്ലേ? ആരും ഉണ്ടാവില്ല. എന്തിനാ നമ്മുടെ മനസ്സ്, ഒന്ന് പറയൂ, എന്തിനാ നമ്മുടെ മനസ്സിന് ഇത്രയും നിരാശ? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ രക്ഷിക്കാൻ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് വഴികൾ. ആ വഴികളിലൂടെ നമ്മൾ എന്തുകൊണ്ട് യാത്ര ചെയ്യുന്നില്ല? എന്തുകൊണ്ട് യാത്ര ചെയ്യുന്നില്ല? അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. പലരും പറയുന്നൊരു പരാതിയുണ്ട്, എന്റെ മനസ്സിന് സംഘർഷമാണ്, എന്റെ മനസ്സിന് നിരാശ ബാധിച്ചിരിക്കുന്നു, എന്റെ മനസ്സിന് സ്വസ്ഥതയില്ല എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഒരു മനുഷ്യന് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യന് അസ്വസ്ഥതയുണ്ടാകാൻ പല കാരണങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ നാം തന്നെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചില രീതികളുമുണ്ട്. അവയെക്കുറിച്ച് പറഞ്ഞു തരാം. നാം ഭക്ഷിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുകയും ആ ഭക്ഷണം ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത എന്തെങ്കിലും നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിനകത്ത് ചെല്ലുകയും അത് 2 തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ഒന്നുകിൽ ആ ഭക്ഷണത്തെ നിങ്ങളുടെ ശരീരം ദഹിപ്പിച്ച് നിങ്ങളുടെ ശരീരത്തിന് വിഷാംശത്തെ പ്രദാനം ചെയ്യും, അല്ലെങ്കിൽ ആ ഭക്ഷണത്തെ നിങ്ങളുടെ ശരീരത്തിന് ദഹിപ്പിക്കുവാനാകാതെ അത് നിങ്ങളുടെ ശരീരത്തിന് സ്തംഭനത്തെ പ്രദാനം ചെയ്യും. ഇതുപോലെ നാം നമ്മുടെ ശരീരത്തിന് ഭക്ഷണം നൽകുന്നത് പോലെ നാം നമ്മുടെ മനസ്സിനും ഭക്ഷണം നൽകുന്നുണ്ട്. നമ്മുടെ മനസ്സിനുള്ള ഭക്ഷണം നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയുമാണ്. അതായത് നാം നിത്യവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ള ഭക്ഷണമായി പരിണമിക്കുന്നുണ്ട്. അതിനാൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നോ, നമ്മുടെ കണ്ണുകളിലൂടെ അതുപോലെ നമ്മുടെ കാതുകളിലൂടെ നാം അകത്തേക്ക് സ്വീകരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ദഹിപ്പിക്കുവാൻ കഴിവുള്ളതാണോ എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിനെ സ്തംഭിപ്പിക്കുന്ന കാര്യങ്ങൾ നാം നമ്മുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും സ്വീകരിക്കാതിരിക്കണം. അഥവാ നിങ്ങൾക്ക് ഊർജ്ജസ്വലനായി മുന്നേറണമെങ്കിൽ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നിങ്ങൾ ഒരു ബധിരനായി മാറേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളൊരു അന്ധനായി മാറേണ്ടി വരും. അതായത് നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും നിങ്ങൾ കാണണമെന്നോ നിങ്ങൾ കേൾക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ ഇക്കാര്യം ചിന്തിക്കാതെ ഈ കാര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പില്ലാത്ത രീതിയിൽ കാണുന്നതെല്ലാം കാണുകയും കേൾക്കുന്നവയെല്ലാം കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അകാരണമായി അസ്വസ്ഥമാകുന്നതാണ്. അതിനാൽ സ്വന്തം മനസ്സിനെ സംരക്ഷിക്കണമെങ്കിൽ കൺമുന്നിൽ നടക്കുന്നതെല്ലാം കാണേണ്ട ആവശ്യമില്ല എന്നും കാതിൽ കേൾക്കുന്ന എല്ലാം ഞാൻ ചെവിക്കൊള്ളേണ്ട ആവശ്യമില്ല എന്നും തീരുമാനിക്കൂ. എന്ത് കാണണം, എന്ത് കേൾക്കണം, ഈ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭക്ഷണം ശരിയല്ലാത്തത് കൊണ്ട് ഉദരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് പോലെ കാഴ്ചയും കേൾവിയും ശരിയല്ലാത്തത് കൊണ്ട് മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും രക്ഷപ്പെടും. ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രധാന കാര്യങ്ങൾ നിങ്ങൾ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാണണം, എത്ര കാണണം, അതുപോലെ എന്ത് കേൾക്കണം, എത്ര കേൾക്കണം, ഈ കാര്യങ്ങളിൽ ശക്തമായ നിലപാടുള്ളവരായി മാറും. എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒരു പരിധിവരെ നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ സാധിക്കും.
ചിന്തനം ചെയ്തു നോക്കൂ. മനസ്സിലായില്ലേ ഭഗവാൻ എന്താ പറഞ്ഞതെന്ന്? നമ്മുടെ മനസ്സിനെയും നമ്മളെ കാതിനെയും ഒക്കെ നമ്മൾ പല പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമുക്ക് ഒരു സമാധാനം കിട്ടും ജീവിതത്തിൽ. അപ്പം നമ്മൾ ഒട്ടും വിഷമിക്കേണ്ട, ഒന്നും ടെൻഷൻ അടിക്കേണ്ട. എപ്പോഴും എന്തായിരിക്കണം? നമ്മൾ ഭഗവാനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഭഗവാനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നമുക്ക് ഒപ്പം ഉണ്ടാവും. അദ്ദേഹം ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും എന്തായി? നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഉറച്ച ഒരു മനസ്ഥിതി നമുക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരാളെയും പേടിക്കേണ്ട. തെറ്റുകൾ സ്വാഭാവികം ജീവിതത്തിൽ. പല രീതിയിൽ നമുക്ക് ചിലപ്പോൾ തെറ്റ് പറ്റും. നമ്മൾ ചിലപ്പോൾ പറയാൻ പാടില്ലാത്തത് നമ്മുടെ വീടുകളിലായാലും പറഞ്ഞു പോവും, ചെയ്തു പോവും. അതിൻ്റെ പേരിലൊന്നും നിങ്ങളെ ആരും ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. മനുഷ്യർക്കല്ലേ തെറ്റുപറ്റൂ. അത് ഭഗവാൻ പറയുന്നുണ്ട്. ഓക്കെ. പിന്നെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുക്തിക്ക് ഹേതു ജ്ഞാനമാണ്. നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഭഗവാനെക്കുറിച്ച് അറിയൽ മാത്രമാണ്. അതാണ് ഏറ്റവും വലിയ ജ്ഞാനം. ആ ജ്ഞാനത്തേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. അത് സിദ്ധിച്ചവന് സമാധാനം തേടി അലയേണ്ടി വരില്ല. നമ്മൾ എവിടെയും സമാധാനത്തിന് വേണ്ടി ഓടണ്ട. 10 ദിവസം മാറിക്കാം, 15 ദിവസം മാറിക്കാം, യാത്ര ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തേണ്ടത് അശാന്തമായിരിക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ്, അല്ലേ? ഒരിക്കലും സമാധാനം ലഭിക്കുന്നില്ല എന്ന് കരുതി നമ്മളൊരു വീട് വിട്ട് ഓടിപ്പോകുമ്പോൾ ആ വീട്ടിലേക്ക് തന്നെയാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചെത്തേണ്ടത്. അവിടെയുള്ള ചുറ്റുപാടുകളിലേക്കും ആളുകളിലേക്കും തന്നെയാണ് നമ്മൾ തിരിച്ചെത്തേണ്ടത്. പക്ഷെ കാണണ്ട എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ കാണാൻ നമ്മൾ പോകുന്നില്ലെങ്കിൽ, കേൾക്കണ്ട എന്ന് മനസ്സിലായി ഉറപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ മനസ്സിനൊട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. കൃഷ്ണ, എൻ്റെ കൂടെ അങ്ങ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ മനസ്സിന് ധൈര്യമുണ്ട്. എന്നെ പറയുന്നവരാരായാലും പറയട്ടെ. അതെൻ്റെ ഭർത്താവായാലും എൻ്റെ മക്കളായാലും എൻ്റെ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ആരും പറഞ്ഞോട്ടെ. എൻ്റെ കൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കണ്ണുനീരൊപ്പാൻ, എന്നെ ഈ തെറിയെല്ലാം വിളിക്കുമ്പം അത് കേൾക്കാൻ അങ്ങ് എൻ്റെ കൂടെയില്ലേ? എന്നെ ആശ്വസിപ്പിക്കാൻ, എന്നെ സമാധാനിപ്പിക്കാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ. പിന്നെന്തിനാ കൃഷ്ണ ഞാൻ തളരുന്നത്? അങ്ങേക്കാൾ വലിയൊരു ശക്തമായ കരങ്ങൾ എന്നെ ചേർത്ത് പിടിക്കാൻ ഈ ലോകത്ത് മറ്റാരുമില്ല. ഈ പറയുന്ന എല്ലാവരും ഇന്ന് എന്നെ വേദനിപ്പിക്കുന്നത് പോലെ നാളെ എനിക്കൊരു സ്ഥാനം ലഭിക്കുമ്പോൾ എന്നെ സ്നേഹിക്കാൻ വരും. പക്ഷെ അങ്ങ് അങ്ങനെയല്ല. അങ്ങ് എൻ്റെ കൈകളിൽ ഒന്നുമില്ലാത്തപ്പോഴും എൻ്റെ കൈകളിൽ എല്ലാം ഉണ്ടാവുമ്പോഴും ഒരേപോലെ എനിക്ക് ആശ്വാസം നൽകുന്നവനാണ്. സ്ഥിരമായിരിക്കുന്ന അങ്ങയാണ് എനിക്ക് വേണ്ടത്. അസ്ഥിരമായിരിക്കുന്ന മറ്റൊന്നിലേക്കും എൻ്റെ മനസ്സ് പോവില്ലേ കൃഷ്ണ എന്ന് ഉറച്ച മനസ്സോടെ കൃഷ്ണനെ സ്നേഹിക്കണം. അത് സിദ്ധിച്ചവൻ ഒരിക്കലും സമാധാനം എവിടെയുണ്ടെന്ന് അന്വേഷിക്കേണ്ട. തൊട്ടരികിൽ സമാധാനമുണ്ട്, തൊട്ടടുത്ത് സമാധാനമുണ്ട്. കൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമിയുടെ ഏതറ്റത്തേക്കാണ് നമ്മൾ ഓടുന്നത്? ഇരിക്കുന്നിടത്ത് കൃഷ്ണൻ നമുക്കൊപ്പമുണ്ട്. ശാന്തി തന്നിൽ തന്നെ അനുഭവപ്പെടുന്ന പറയുന്നത്. സമാധാനം നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഈ ശാന്തിയും ജ്ഞാനവും കൃഷ്ണാവബോധത്തിൽ നമ്മളെ എത്തിക്കുന്നു. ഈ ഒരു ചങ്കൂറ്റം, ഈ ഒരു ധൈര്യം, ഇങ്ങനെ ഉണ്ടാവുന്ന സമാധാനം, ശാന്തി, ഇത് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു. ഭഗവാനാണ് കൃഷ്ണാവബോധം. ഇതാണ് ഭഗവത്ഗീതയുടെ പരമമായിരിക്കുന്ന സന്ദേശം. എന്തിനാണ് ഇത്രയും നാൾ ഭഗവത്ഗീത ക്ലാസ് കേട്ടത്? ഈ പരമമായിരിക്കുന്ന സന്ദേശം പഠിക്കാൻ.
ഇതാണ് ഭഗവത്ഗീതയുടെ പരമമായിരിക്കുന്ന സന്ദേശം. എന്താ ഭഗവത്ഗീതയുടെ പരമമായ സന്ദേശം? ഈ ലോകം മുഴുവൻ എന്നെ വെറുത്താലും എൻ്റെ കൂടെ, എൻ്റെ തൊട്ടരികിൽ എനിക്ക് തലചായ്ക്കാൻ, എൻ്റെ കണ്ണുനീര് കാണാൻ, എൻ്റെ പുഞ്ചിരി കാണാൻ, എന്നെ ചേർത്ത് പിടിക്കാൻ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന എൻ്റെ കൃഷ്ണൻ കൂടെയുണ്ടെങ്കിൽ അതുതന്നെയാണ് കൃഷ്ണാവബോധം. ആ കൃഷ്ണാവബോധമാണ് മുക്തിയിലേക്കുള്ള മാർഗം. ആ മാർഗത്തെയാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് വിളിക്കുന്നത്. ആ ജ്ഞാനം അറിയുന്ന വ്യക്തിക്ക് സമാധാനം തേടി അലയേണ്ട. കാരണം അവൻ്റെ സമാധാനമാണ് അവൻ്റെ ശാന്തി. ആ ശാന്തി അവൻ്റെ ഹൃദയത്തിലുണ്ട്. ആ ഹൃദയത്തിലിരിക്കുന്ന ശാന്തിയെയാണ് ഞാൻ കൃഷ്ണ എന്ന് വിളിക്കുന്നത്. ആ വിളിക്കായി കാതോർക്കുന്ന എൻ്റെ പൊന്നുണ്ണി കണ്ണൻ എനിക്ക് സമീപസ്ഥനാണ്. ഇതാണ് ഭഗവത്ഗീതയുടെ പരമമായ സന്ദേശം. ആരെങ്കിലും മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ടോ ഇതാണ് ഭഗവത്ഗീതയുടെ സന്ദേശമെന്ന്? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 39ാമത്തെ ശ്ലോകമാണ്. ശ്രാദ്ധാവല്ലംബദേ ജ്ഞാനം തത്പര സംയേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിമച്ചീരണാധിഗച്ഛതി. ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായിരിക്കുന്ന ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹൻ തന്നെ. ഇന്ദ്രിയ സംയമനം ചെയ്തവനും, ഇന്ദ്രിയത്തെ ജയിച്ചവൻ. നാവിന് രുചിയില്ലെങ്കിലും ഞാൻ കഴിക്കും, കിടക്കാൻ നല്ലൊരു സ്ഥലമില്ലെങ്കിലും ഞാൻ ഉറങ്ങും. എൻ്റെ നാവിന് ഏറ്റവും രുചി തോന്നുന്നത് എൻ്റെ ഭഗവാന്റെ പ്രസാദമാണ്. എൻ്റെ ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് എൻ്റെ നാവിന് ഏറ്റവും രുചി നൽകുന്ന ഭക്ഷണം. ഞാൻ കിടക്കുന്നത് തറയിലാണെങ്കിലും അതെൻ്റെ കൃഷ്ണന്റെ മടിത്തട്ടാണ്. ആ മഞ്ഞ പീതാംബരം ധരിച്ച് ആ പുഞ്ചിരിയോടെ നമ്മളെ നോക്കുന്ന, പഞ്ഞിയേക്കാൾ മൃദുലമായിരിക്കുന്ന ആ മടിത്തട്ട്, അത് തന്നെയാണ് കൃഷ്ണ. ഞാൻ തറയിൽ കിടന്നാലും എനിക്ക് അനുഭവം തോന്നുന്നു. ആ കൃഷ്ണന്റെ മടിത്തട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമുള്ളത്. ദിവ്യജ്ഞാനത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നത്. എനിക്ക് ഒരു എൻസൈക്ലോപീഡിയയും വേണ്ട. കൃഷ്ണൻ എന്ന് പറയുന്ന നാമം അതെനിക്ക് ഹൃദയം കൊണ്ടറിയാൻ സാധിച്ചാൽ ആ ജ്ഞാനത്തിന് വേണ്ടിയാണ് ഞാൻ കാതോർത്തിരിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തി ആ ജ്ഞാനത്തിന് അർഹനായ വ്യക്തിയാണ്. അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ ആധ്യാത്മിക ശാന്തി വരും. ആരെന്ത് പറഞ്ഞാലും അത്രയുള്ളൂ. കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരില്ല. പറയുന്നവൻ എന്തും പറഞ്ഞോട്ടെ, അത് അവൻ അനുഭവിക്കാനുള്ള കർമ്മഫലത്തിന്റെ ഭാണ്ഡക്കെട്ട് അവൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അനുഭവിക്കാനുള്ള കർമ്മഫലത്തിന്റെ ഭാണ്ഡക്കെട്ടാണ് അവൻ വാക്കുകൾ കൊണ്ട് കെട്ടുന്നത്. കെട്ടട്ടെ, മുറുക്കി മുറുക്കി കെട്ടട്ടെ, ഭാരം കൂട്ടിക്കെട്ടട്ടെ. എനിക്കെൻ്റെ കൃഷ്ണനുണ്ട് എന്ന ഭാവം ഉണ്ടാവുമ്പോ നമ്മുടെ ചുണ്ടിൽ നിന്ന് ചിരി മായില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി ആരായി? ആധ്യാത്മിക ശാന്തി കൈവരിക്കാൻ പ്രാപ്തനായി. കൃഷ്ണനിൽ ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് കൃഷ്ണാവബോധത്തിലുള്ള അറിവ് ലഭിക്കും. കൃഷ്ണനിൽ നല്ല ദൃഢവിശ്വാസമുണ്ടോ? കൃഷ്ണാവബോധം എന്ന അറിവ് ആ വ്യക്തിക്ക് ലഭിക്കും. അതിന് പ്രായമില്ല, സ്ഥാനമില്ല. കൃഷ്ണാവബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം ആത്യന്തികമായിരിക്കുന്ന പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ആ വ്യക്തിയെ നമ്മൾ ഗീതയിൽ വിളിക്കുന്ന പേരെന്താ? ശ്രദ്ധാവാൻ എന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധാവാൻ, ശ്രദ്ധയോടുകൂടി അവൻ ഭഗവാനെ അറിയുന്നു, ഭഗവാനിലേക്ക് എത്തുന്നു. അവന്റെ ചുണ്ടിലെ പുഞ്ചിരി ഒരിക്കലും മായില്ല. അവന്റെ നാവിൽ അസഭ്യം വരില്ല. പ്രതികാര മനോഭാവം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. ഈ വികാരങ്ങൾക്കെല്ലാം മേലെയായിരിക്കും ആ വ്യക്തി. അവന്റെ നാവിൽ ഒരാളെ കുറിച്ചും മോശം വാക്കുകൾ വരില്ല. തെറ്റ് ചെയ്തവനെ പോലും, ആ വ്യക്തിയെ പോലും ആദരിക്കും. ഭഗവാന്റെ സൃഷ്ടിയാണെന്ന് കരുതി ആദരിക്കും.
ഈ ആദരവിനെയാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ആ വിശ്വാസമാകട്ടെ ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നത് കൊണ്ടും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുന്നത് കൊണ്ടും നമുക്ക് ലഭിക്കും. ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളും നീക്കിക്കളയുന്നതാണ് ഈ മന്ത്രം. ഇതിനു പുറമെ ഇന്ദ്രിയ നിയന്ത്രണവും നമുക്ക് വേണം. നാവിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, ചെവിയെ നമ്മൾ കൺട്രോൾ ചെയ്യണം, കണ്ണിനെ കൺട്രോൾ ചെയ്യണം, ത്വക്കിനെ കൺട്രോൾ ചെയ്യണം, എല്ലാം കൺട്രോൾ ചെയ്യണം. ചിന്തകളെ കൺട്രോൾ ചെയ്യണം. കാണണ്ട എന്ന് തോന്നുന്നത് കാണണ്ട, കേൾക്കണ്ട എന്ന് തോന്നുന്നത് കേൾക്കണ്ട, പറയണ്ട എന്ന് തോന്നുന്നത് പറയണ്ട. ഒരുപാട് ജപിച്ചിട്ട് മറ്റൊരാളെ കുറിച്ച് സംസാരിച്ചാൽ അവിടെ തീർന്നുവല്ല. ആ ജപത്തിന്റെ എല്ലാം ശക്തി അവിടെ തീർന്നു, എല്ലാ ശക്തിയും തീർന്നു. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് ആരെക്കുറിച്ചും സംസാരിക്കണ്ട. സംസാരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ കുറിച്ച്, ഒരാളുടെ പോരായ്മയെക്കുറിച്ചും ഒരാളുടെ നേട്ടത്തെക്കുറിച്ചും നമ്മൾ വാചാലരാവണ്ട. നമുക്ക് നമ്മളുടേത് മാത്രം പറഞ്ഞാൽ മതി, കൃഷ്ണനെ കുറിച്ച് പറഞ്ഞാൽ മതി. പിന്നെന്താ പറയുന്നത്? പിന്നെന്താ പറയുന്നതെന്ന് വെച്ചാല്, ഇതിനു പുറമെ ഇന്ദ്രിയ നിയന്ത്രണവും വേണമെന്ന് ഭഗവാൻ പറഞ്ഞു. കൃഷ്ണനിൽ വിശ്വാസവും ഇന്ദ്രിയ ദമനവുമുള്ള ഒരാൾക്ക് പരിപൂർണമായിരിക്കുന്ന കൃഷ്ണാവബോധ ജ്ഞാനം ഉടൻ ലഭിക്കും. ഇന്ദ്രിയം നിയന്ത്രിച്ചോ, കൃഷ്ണനിൽ ദൃഢമായ വിശ്വാസം ഉണ്ടായോ, നമ്മൾക്ക് എന്തായി? ഭഗവാനോടുള്ള ആ ഒരു വലിയൊരു ജ്ഞാനം അത് നമുക്ക് വേഗം ലഭിക്കുന്ന പറയുന്നത്. ഇനി 40ാമത്തെ ശ്ലോകം. അജ്ഞശ്ചാ ശ്രദ്ധാനശ്ചാ സംശയാത്മാ വിനശ്യതി നായം ലോകേസ്തിന പരോന സുഖം സംശയാത്മന. എന്ന് വെച്ചാൽ ധർമ്മശാസ്ത്രങ്ങളെ സംശയത്തോടു കൂടി കാണുന്ന വിവരമില്ലാത്ത അജ്ഞാനികൾ, അവിശ്വാസികൾ, അവർക്കൊന്നും ഈശ്വരനെ അറിയാൻ സാധിക്കില്ല. ധർമ്മശാസ്ത്രങ്ങളെ, നമ്മുടെ ധാർമ്മികമായിരിക്കുന്ന ഗ്രന്ഥങ്ങളെയും ശാസ്ത്രങ്ങളെയും അറിവുകളെയൊക്കെ സംശയത്തോടു കൂടി കാണുന്ന വിവരമില്ലാത്ത വ്യക്തികൾക്ക്, അജ്ഞാനികൾക്ക്, അവിശ്വാസമായിരിക്കുന്നവർക്ക് ഈശ്വരന്റെ കാരുണ്യം ലഭിക്കില്ല. അവർ അധപ്പതിച്ചു പോകുന്ന ഗീതയിൽ പറയുന്നത്. സംശയമുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലും പരലോകത്തിലും സമാധാനം കിട്ടില്ല. ആരെന്ത് ചെയ്താലും അതിനെ സംശയത്തിന്റെ ദൃഷ്ടിയിൽ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ ലോകത്തിലും സമാധാനം കിട്ടില്ല, പരലോകത്തിലും സമാധാനം കിട്ടില്ല. ആധികാരികളായിരിക്കുന്ന ധർമ്മശാസ്ത്രങ്ങളിൽ വെച്ച് അത്യുത്തമമാണ് ഭഗവത്ഗീത. ആധികാരികങ്ങളായിരിക്കുന്ന, അതായത് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന സത്യത്തിന്റെ, ന്യായത്തിന്റെ, ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ് ഭഗവത്ഗീത. ഏതാണ്ട് മൃഗം പോലെ ജീവിക്കുന്നവർക്കും ഈ ഗ്രന്ഥത്തിൽ വിശ്വാസമോ അവയെക്കുറിച്ച് അറിവോ ലഭിക്കില്ല. ഗീതയെക്കുറിച്ച് കേൾക്കാൻ ഒരു അനുഗ്രഹം വേണം. മൃഗത്തെ പോലെ ജീവിക്കുന്നവർക്ക് ഈ ഗ്രന്ഥത്തിൽ ഒരു വിശ്വാസം ഉണ്ടാവില്ല, ഒരു അറിവും ഉണ്ടാവില്ല അവർക്ക്. മറ്റു ചിലർക്ക് അറിവുണ്ടെന്ന് മാത്രമല്ല, അവയിൽ നിന്ന് സൂക്തങ്ങളെ കുറിച്ച് കേൾപ്പിക്കാൻ കൂടി പറ്റിയാലും യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. ചിലർക്ക് ഗീതയെക്കുറിച്ച് നല്ല അറിവാ, ഗീതയെക്കുറിച്ച് കുറെ പറയും, പക്ഷെ എന്താണ്, വലിയ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. അവരൊരു ഉപജീവന മാർഗമായിട്ട് ഗീത ഇങ്ങനെ പറഞ്ഞ് നടക്കും. ഗീത പറഞ്ഞ് അവരവരുടെ ജീവിതം കഴിച്ചു കൂട്ടും, വിശ്വാസം ഉണ്ടാവില്ല. ഭഗവത്ഗീതയെ പോലെയുള്ള ധർമ്മഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന മറ്റു ചിലർക്ക് കൃഷ്ണ ഭഗവാനിൽ വിശ്വാസമില്ല, അദ്ദേഹത്തെ ആരാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് കൃഷ്ണാവബോധത്തിൽ നിലനിൽക്കാനും കഴിയില്ല.
അവർ വീണുപോകും, ജീവിതത്തിൽ വീണ്ടും ജനിക്കും, വീണ്ടും വീണുപോകും, വീണ്ടും ജനിക്കും. ഈ പറഞ്ഞവരിൽ വെച്ച് അവിശ്വാസികളായിരിക്കുന്ന, എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്കാണ് ഒരിക്കലും ഉയർച്ച കിട്ടാത്തത്. സാമ്പത്തിക ഉയർച്ച അല്ലാട്ടോ പറയുന്നത്. എന്താണ് ആധ്യാത്മിക ഉയർച്ച കിട്ടാത്തത്? ഈശ്വരനിലോ അവിടുത്തെ വചനങ്ങളിലോ വിശ്വസിക്കാത്തവർ ഈ ലോകത്തിലെ ഒരു നന്മയും കണ്ടെത്തില്ല. ഞാൻ ഒരു കാര്യം കാണിച്ചു തരട്ടെ. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ശ്രമിക്കാം. എന്താ അത്? ചന്ദ്രൻ. കൊള്ളാല്ലേ? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ ചന്ദ്രനെ? അദ്ദേഹം ഇങ്ങനെ ഗീത ശ്രദ്ധിച്ചു കേട്ട് നിൽക്കുക, ചന്ദ്രദേവൻ. മനോഹരമായിരിക്കുന്നു അല്ലേ? അദ്ദേഹം ഗീത കേട്ടിങ്ങനെ നിൽക്കുക. ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ ടെറസിൽ പോയി ഇങ്ങനെ, ഓപ്പൺ ടെറസ്, ചന്ദ്രനെ നോക്കി ഇങ്ങനെ കിടക്കും. കുറേ കഴിഞ്ഞാൽ തിരിച്ചു വരാം രാത്രിയിൽ. അപ്പോൾ എന്താ പറയുന്നതെന്നറിയോ? അങ്ങനെയുള്ള വ്യക്തികൾ എന്താണ്, ഈശ്വരനിലോ അവിടുത്തെ വാക്കുകളിലോ വിശ്വസിക്കാത്തവർക്ക് ഈ ലോകത്തിലെ ഒരു നന്മയും കാണാൻ കഴിയില്ല. പരലോകത്തിലും അവരങ്ങനെ തന്നെ ആയിരിക്കും. അവർക്കൊരിക്കലും സുഖവും സമാധാനവും ഉണ്ടാവില്ല. ഒന്നൊന്ന് പറഞ്ഞ് അവരിങ്ങനെ പുറുപുറൂന്ന് പറഞ്ഞ് നടന്നുകൊണ്ടേയിരിക്കും. അതിനാൽ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ധർമ്മശാസ്ത്രങ്ങളിലെ സിദ്ധാന്തങ്ങളെല്ലാം വിശ്വാസത്തോടു കൂടി മനസ്സിലാക്കണം. അങ്ങനെ ചെയ്താൽ അവർക്ക് എന്ത് ലഭിക്കും? കൃഷ്ണാവബോധം ലഭിക്കും. ഈ അറിവ് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ അതീന്ദ്രിയ മേഖലയിലേക്ക് നമ്മളെ അങ്ങ് ഉയർത്തും. ചന്ദ്രദേവൻ ഇങ്ങനെ നോക്കിയിരിക്കുക, ഗീത കേട്ടുകൊണ്ടിരിക്കുക. നമ്മളെ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തിത്തരും. സംശയമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ആധ്യാത്മികമായിരിക്കുന്ന ആ ഒരു വഴിയിലേക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല. കുറച്ച് നാൾ നിൽക്കും, പിന്നെ പോവും, വീണ്ടും കുറച്ച് നാൾ നിൽക്കും, വീണ്ടും പോവും. അങ്ങനെ അവരിങ്ങനെ സ്കിപ്പായിക്കൊണ്ടേയിരിക്കും. ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ ശിഷ്യപരമ്പരയിൽപ്പെട്ട ശ്രേഷ്ഠരായിരിക്കുന്ന ആചാര്യന്മാരുടെ കാലടികളെ പിന്തുടരണം. നമ്മളെല്ലാവരും ശീല പ്രഭുപാജിയുടെ കാലടികളാണ് പിന്തുടരുന്നത് അല്ലേ? അതുപോലെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ജയിക്കാൻ സാധിക്കും. നമ്മൾ തോറ്റു പോവില്ല. ഇനി 41-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. യോഗാസന്യംസ്തകർമ്മണാം ജ്ഞാന സംചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധതി ധനഞ്ജയ. എന്താ? അല്ലയോ ധനഞ്ജയ, തൻ്റെ കർമ്മഫലങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടാൽ, ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം മാറി നീങ്ങി നീ യഥാർത്ഥത്തിൽ ആത്മാവിലെത്തും. സംശയം വരുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിലാണ് ജീവിക്കുന്നത്. സംശയത്തിൽ നിന്ന് പുറത്തു വന്നാലോ നമ്മൾ ആത്മാവിൽ ജീവിക്കും. ആത്മാവാണ് എന്ത്? അനശ്വരമായത്. ശരീരം നശ്വരമാണ്. ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ എന്ന ബോധം വരും. ആത്മാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്ന ബോധം വരും. മനസ്സിലായില്ലേ? അങ്ങനെ അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. ശരീരത്തിൽ ജീവിക്കുമ്പോഴാണ് കർമ്മഫലങ്ങൾ വരുന്നത്. ആത്മാവിനെ മനസ്സിലാക്കി ജീവിച്ചാൽ കർമ്മഫലങ്ങൾ വരില്ല. പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാൻ സ്വയം പറഞ്ഞിരിക്കുന്ന ഗീതോപദേശം അതേപടി അനുസരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അതീന്ദ്രിയമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാ സംശയങ്ങളിൽ നിന്നും പുറത്തു വരും. ഭഗവാൻ സ്വയം പറഞ്ഞിരിക്കുന്ന ഗീത അത് അതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തായി?
സംശയമാകുന്ന ആ ദിശയിൽ നിന്ന് പുറത്തു വരും. പക്ഷേ ഭഗവാൻ പറയുന്ന ഗീത അനുസരിച്ചില്ലെങ്കിലോ സംശയത്തിൻ്റെ ഒരു പടുകുഴിയിൽ പോയി വീണ്ടും ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇങ്ങനെ ചുമ്മാ കൈയും കാലിട്ടടിക്കും. എന്തിന്? ജീവിതത്തിൽ രക്ഷപ്പെടും ഇല്ല. എന്തെങ്കിലും രോഗം വന്ന് അങ്ങ് മരിച്ചു തീരും. അല്ലാത്ത വ്യക്തികളോ കൃഷ്ണ എന്ന നാമത്തിൽ അങ്ങനെ ജീവിച്ചു പോകും. അവർക്ക് ശാന്തി ഉണ്ടാവും. ഒന്നും വേണ്ട, എനിക്ക് ഭഗവാൻ മതി എന്ന ഒരു ഒറ്റ ചിന്തയോടുകൂടി ജീവിച്ച് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ചെന്നിരിക്കും. നമുക്കത് മതി അല്ലേ? ഭഗവതാംശം എന്ന നിലയിൽ, അതായത് ഭഗവാന്റെ അംശം എന്ന നിലയിൽ തികച്ചും കൃഷ്ണാവബോധമുള്ള ആ വ്യക്തി ആത്മനിഷ്ഠനായി കഴിയും കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരും. ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ കർമ്മബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരും. അത് കേട്ട് ഇത് കേട്ട് അവർ പറഞ്ഞ് ഇവർ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഹൃദയം ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കായിരിക്കും. എവിടെ എത്തില്ല. ഈ കുനിഷ്ട് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളാണെങ്കിലോ നമുക്കൊരു അത്യാവശ്യം വന്നാൽ സഹായിക്കില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ? ഇതെല്ലാം മാറ്റി കൃഷ്ണൻ മതി എന്ന തോന്നലിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എവിടെ വീണു പോയാലും ആ വ്യക്തിയെ സഹായിക്കാൻ കൃഷ്ണൻ എത്തും. അപ്പൊ കൃഷ്ണനെയല്ലേ നമുക്ക് വേണ്ടത്? കൃഷ്ണനെയാണ് വേണ്ടത് അല്ലേ? ഇനി 42ാമത്തെ ശ്ലോകം. എന്താ മാതാജി നിർത്താത്തെന്ന് ചിന്തിക്കണ്ട കേട്ടോ, ഇപ്പൊ കഴിയും. തസ്മാദജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനസിനാത്മന ചിത്തൈനം സംശയം യോഗമാധിഷ്ഠിതഷ്ഠതാ ഭാരത എന്ന് പറഞ്ഞാൽ, അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് നിനക്കുണ്ടായ എല്ലാ സംശയങ്ങളെയും അറിവിന്റെ വാൾ കൊണ്ട് അറുത്തിട്ട് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത, യുദ്ധം ചെയ്യൂ അർജുന. ഭഗവാൻ പറയുന്നു, നിന്റെ ബന്ധുമിത്രാദികൾക്ക് മേലെ നീ ഇങ്ങനെ കിടന്നിട്ട് ചത്ത് കിടക്കാതെ അതെല്ലാം ഒഴിവാക്കിയിട്ട് നീ യുദ്ധം ചെയ്യൂ ഭാരത. അർജുന എഴുന്നേൽക്കൂ. അർജുനനോട് എഴുന്നേൽക്കാൻ പറയുന്നതോടൊപ്പം ഭഗവാൻ നമ്മളോടും പറയുന്നു, നിങ്ങൾ എഴുന്നേൽക്കൂ. ഇങ്ങനെ ചുമ്മാ കുറെ കർമ്മബന്ധങ്ങളിൽ കിടക്കാതെ എൻ്റെ വഴിക്ക് നിങ്ങൾ വാ, കമോൺ എന്ന് ഭഗവാൻ പറയണം. വിളിക്കുകയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. അപ്പൊ നമ്മൾ പോണം. ജീവസത്തയുടെ, അതായത് ജീവന്റെ സർവകാലികമായിരിക്കുന്ന പ്രവർത്തനം, നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അഥവാ സനാതന യോഗം എന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞ യോഗ പദ്ധതിയുടെ പേര്. നമ്മൾ സനാതന യോഗം, മനസ്സിലായില്ലേ? അതിനെയാണ് നമ്മൾ ഈ യോഗ പദ്ധതിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഈ യോഗത്തിന് 2 വിധം ശാഖകളുണ്ട് നമ്മൾ പഠിക്കുന്ന ഈ യോഗത്തിന്. ഒന്ന് ദ്രവ്യയജ്ഞം, മറ്റേത് ആത്മജ്ഞാനം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ, ആത്മ എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ. ഓക്കെ പ്രീതാമേ. അഥവാ ശുദ്ധമായിരിക്കുന്ന ആധ്യാത്മികമായിരിക്കുന്ന പ്രവർത്തനം. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറെ ആധ്യാത്മിക പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളാണ് നമുക്ക് വലുത് അല്ലെ? ഭഗവാനുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനങ്ങളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭഗവാനെ ഹൃദയത്തിൽ നമ്മൾ അങ്ങനെ സ്ഥാപിച്ച് നിർത്തുകയാണ്. അതിനെയാണ് ആധ്യാത്മിക പ്രവർത്തനം എന്ന് പറയുന്നത്. ബാക്കി ദ്രവ്യ പ്രവർത്തനങ്ങളാണ്, അത് നമുക്ക് ആവശ്യമില്ല. ഹൃദയം കൊണ്ട് ഭഗവാനെ നമ്മൾ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ബന്ധം നമുക്ക് മറ്റൊന്നില്ല. ദ്രവ്യയജ്ഞം ആത്മസാക്ഷാത്കാരത്തിലേക്ക് വഴിയൊരുക്കുന്നില്ലെങ്കിൽ തികച്ചും ഭൗതികമായി പോകുന്നു. കാരണം എന്താ? ചില വ്യക്തികള് ഭഗവാനൊക്കെ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കുമ്പം, ഇല്ലെങ്കിൽ പാവങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുമ്പം അവര് ഫേമസ് ആവണം എന്ന് വലിയ ആഗ്രഹമാണ്. പലരും എന്നോട് പറയും, മാതാജി ഞങ്ങളുടെ പേര് അന്നദാനത്തിൽ പറയണ്ട, പ്ലീസ് പറയല്ലേ. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയാണ്, എനിക്ക് കറക്റ്റ് കണക്ക് കിട്ടാൻ വേണ്ടി പറയാണ്. പക്ഷെ ചില വ്യക്തികൾ എന്താ പറയാന്ന്, എൻ്റെ പേര് പറയണം, എൻ്റെ പേര് പറഞ്ഞ് തന്നെ കൊടുക്കണം. അവര് പ്രശസ്തിയാണ് ആഗ്രഹിക്കുന്നത്. ആ പ്രശസ്തിയിലൂടെ നമുക്കൊന്നും കിട്ടാനില്ല. എന്നാൽ പ്രശസ്തി ആഗ്രഹിക്കാതെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടും ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടിയിട്ടും ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ടും സഹായം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ആത്മജ്ഞാനം എന്ന് പറയും.
പക്ഷെ ആത്മീയ ലക്ഷ്യത്തോടു കൂടി ഭൗതികപൂർവമായിരിക്കുന്ന സേവനം എന്ന നിലയ്ക്കോ ചെയ്യപ്പെട്ടാൽ അതൊരു പരിപൂർണ യജ്ഞമായി. കാരണം ഭൗതികമായിരിക്കുന്ന ഇപ്പൊ വസ്ത്രങ്ങൾ, അന്നദാനം, ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്, ദ്രവ്യയജ്ഞങ്ങളാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ആത്മജ്ഞാനമാണ് ആഗ്രഹിക്കുന്നത്. ആത്മജ്ഞാനം ആഗ്രഹിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് പരിപൂർണമായ യജ്ഞമാണ്. ആത്മജ്ഞാനമല്ല, ഞാനെന്ന വ്യക്തിയുടെ പ്രശസ്തിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ദ്രവ്യയജ്ഞമായി. അതുകൊണ്ട് പ്രയോജനമില്ല. ആധ്യാത്മിക പ്രവർത്തനങ്ങൾ 2 തരത്തിലുണ്ട്. എന്താണ്? സ്വന്തം ആത്മാവിനെ അഥവാ മൂലസ്വരൂപത്തെ അറിയാനായിട്ടുള്ളതും പരമപുരുഷനെ സംബന്ധിക്കുന്നതും. സ്വന്തം ആത്മാവിനെ, അതായത് നമ്മളെ തന്നെ അല്ലെങ്കിൽ മൂലസ്വരൂപത്തെ അറിയാൻ വേണ്ടി ചെയ്യുന്നതും ഭഗവാനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും. ഇങ്ങനെ 2 തരത്തിൽ ആധ്യാത്മിക പ്രവർത്തനങ്ങളുണ്ട്. ഭഗവത്ഗീത നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ പോകുന്ന ഒരാൾക്ക് ആത്മജ്ഞാനത്തിന്റെ 2 വഴികളും ശരിക്കും മനസ്സിലാവും. ഭഗവത്ഗീത നിർദ്ദേശിക്കുന്ന വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ആത്മജ്ഞാനത്തിന്റെ 2 വഴികളും നമുക്ക് എളുപ്പം മനസ്സിലാവും. ഭഗവാന്റെ ഒരു അംശമാണ് നമ്മൾ എന്ന ആ ഒരു അറിവ് നമുക്ക് ലഭിക്കും. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ ഒരു അംശത്തിന് വേണ്ടിയാണ്. ഞാൻ എന്താണോ അതുപോലെയാണ് മറ്റുള്ളവരും ഭഗവാന്റെ ഒരു അംശമാണ്. ആ അംശത്തെ നമ്മൾ പരിപൂർണമായി അറിയണം, അല്ലെ? അറിയാതെ നമ്മൾ മറ്റുള്ളവരെ ഒരു വിഭാഗം ആൾക്കാർ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിയാൽ, അവരെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, പറഞ്ഞാൽ, മറ്റുള്ളവരുടെ വിശപ്പ് കാണാതിരുന്നാൽ, ദാഹം അറിയാതെ ഇരുന്നാൽ അത് തെറ്റാണ്. അവരും ഭഗവാനിൽ നിന്ന് വന്ന അംശങ്ങളാണ് എന്ന ബോധം നമ്മൾക്ക് ഉണ്ടാവുമെങ്കിൽ നമ്മൾ ആത്മജ്ഞാനത്തിന്റെ ഒരു ഭാഗം നമ്മൾ പഠിച്ചു കഴിയും. ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന നിലയ്ക്ക് നമുക്ക് ജ്ഞാനം വളരെ പ്രയോജനമാണ്. തെരുവിൽ കിടക്കുന്ന ഒരു വ്യക്തിയോടും കൊട്ടാരത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയോടും ഭഗവാനുള്ള സമീപനം ഒന്നാണ്. കാരണം എന്താ? ഭഗവാനുള്ള സമീപനം ഒന്നാണ്. കാരണം രണ്ടും ഭഗവാനിൽ നിന്ന് വന്നവരാണ്. നമ്മൾക്കാണ് വേർതിരിവ്. ആ വേർതിരിവ് നമുക്ക് വേണ്ട. തുല്യരാണ് എല്ലാവരും. ഞാനും നിങ്ങളും മറ്റുള്ളവരും എല്ലാവരും തുല്യരാണ്. ആ തുല്യത നമ്മൾ മനസ്സിലാക്കിയാൽ അത് പൂർണ്ണജ്ഞാനമായി. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ ഭഗവാൻ തന്നെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? ഗീതോപദേശങ്ങളെ ഉൾക്കൊള്ളാത്തവൻ ആരാണ്? അവിശ്വാസിയാണ്. ഗീത ഉൾക്കൊള്ളാത്തൊരു വ്യക്തി അവിശ്വാസിയാണ്. തനിക്ക് ഭഗവാൻ നൽകിയിരിക്കുന്ന ആ ഒരു പരിമിതമായ സ്വാതന്ത്ര്യം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യത്തെ അയാൾ ദുരുപയോഗപ്പെടുത്തുകയാണ്. ഗീത മനസ്സിലാക്കാതെ, ഗീത കേൾക്കാതെ. ഗീത പല സ്ഥലങ്ങളിൽ കേൾക്കാം, പല രീതിയിൽ കേൾക്കാം. നമുക്ക് ഏറ്റവും കംഫർട്ടായി എവിടെ മനസ്സിലാകുന്നോ അവിടെ നിന്ന് ഗീത കേൾക്കണം. കാരണം അത് ഭഗവാൻ നമുക്ക് തന്നൊരു വഴിയാണ്. ഓരോരോ വഴികളിലൂടെ നമുക്കിപ്പോൾ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാ ഡോക്ടേഴ്സും ഒരേ മരുന്ന് എഴുതില്ല. അവർക്ക് അറിയാം ഈ ശരീരത്തിൽ ഈ മരുന്ന് ഇത്ര ഡോസ് ഇത്ര കൃത്യമായിരിക്കും. അപ്പം അവർ ആ ഡോസ് എഴുതും. അപ്പം ആ ഡോസ് തന്നെയായിരിക്കും മറ്റേ ഡോക്ടർ എഴുതുന്നത്, പക്ഷെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എവിടെയാണോ രോഗം ഭേദമായത് അവിടെയായിരിക്കും നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വിശ്വാസം. ഭയങ്കര കാറ്റ്, അസാധ്യ കാറ്റ് ഇവിടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭഗവാൻ നമുക്ക് ഓരോ വഴികൾ കാണിച്ചിട്ടുണ്ട്. ആ വഴികളിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തായി? നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് തന്നെ വളരെയധികം ബോധ്യമാക്കി തരും. അങ്ങനെ ബോധ്യപ്പെടുത്തി നമുക്ക് തന്നാൽ എന്താണ്? നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി തരുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റും. അങ്ങനെ അടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്. അങ്ങനെ ശാന്തിയും സമാധാനവും ലഭിച്ച് നമ്മൾ ഗീതയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലും. അങ്ങനെ ഇറങ്ങിച്ചെന്നാണ് നമ്മൾ ഭഗവാനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്. അപ്പം ഗീത പല ഭാഗങ്ങളിൽ നിന്നും കേൾക്കാം. ഗീത എവിടെയാണോ കൂടുതൽ മനസ്സിലാക്കുന്നത് ആ വഴിയാണ് ഭഗവാൻ നമുക്ക് നൽകിയ വഴിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗീത മനസ്സിലാക്കാത്ത വ്യക്തിയെ നമ്മൾ അവിശ്വാസി എന്ന് പറയും. അപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടും സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ യഥാർത്ഥ ഭാവത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ വ്യക്തി പരമവിഡ്ഢിയാണ്. എത്ര മനസ്സിലാക്കാൻ നമുക്ക് ഭഗവാൻ അവസരം തന്നിട്ടും
മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ വ്യക്തി ഒരു അവിശ്വാസിയാണ്, പരമവിഡ്ഢിയാണ്. കൃഷ്ണാവബോധ തത്വങ്ങളെ ക്രമേണ സ്വീകരിക്കുന്നത് കൊണ്ട് ജ്ഞാനം മാറിക്കിട്ടും, അജ്ഞാനം മാറിക്കിട്ടും. കൃഷ്ണാവബോധ തത്വങ്ങളെ നമ്മൾ പയ്യെ 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 മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിവില്ലായ്മ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് മാറിക്കിട്ടും. ദേവന്മാർക്കും ബ്രഹ്മത്തിനും വേണ്ടിയുള്ള യജ്ഞങ്ങൾ, ബ്രഹ്മചര്യ യജ്ഞം, ദേവന്മാർക്കും ബ്രഹ്മത്തിനും വേണ്ടിയുള്ള യജ്ഞത്തെയാണ് നമ്മൾ ബ്രഹ്മചര്യ യജ്ഞം എന്ന് പറയുന്നത്. വീട്ടിൽ അനുഷ്ഠിക്കുന്ന ഇന്ദ്രിയ നിയന്ത്രണം, വീടുകളിൽ നമ്മൾ ജീവിക്കുമ്പം ഇന്ദ്രിയ നിയന്ത്രണം നമുക്ക് അത്യാവശ്യമാണ്, അല്ലെ? ജ്ഞാനയോഗം, തപസ്, സമ്പദ് പരിത്യാഗം, വേദാധ്യായനം, വർണ്ണാശ്രമധർമ്മം എന്ന സാമൂഹ്യ വ്യവസ്ഥ, ഇതെല്ലാം പുലർത്തി പോന്നു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള യജ്ഞങ്ങൾ കൊണ്ട് കൃഷ്ണാവബോധം വരും. അതായത് ഒന്നുമില്ല, നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയുന്നു, ബ്രഹ്മചര്യം പാലിക്കുന്നു. നമുക്ക് ഇതൊക്കെ വരുന്ന സമയത്ത്, ഉപവാസമൊക്കെ വരുന്ന സമയത്ത് ബ്രഹ്മചര്യം പാലിക്കുന്നു, നമ്മൾക്കുള്ള സമ്പത്തിൽ നിന്ന് നമ്മൾ കുറച്ചെങ്കിലും ദാനം ചെയ്യുന്നു. അങ്ങനെ 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 നമ്മൾ ഓരോരോ കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തായി, നമുക്ക് കൃഷ്ണാവബോധം ഇങ്ങനെ ഉണർന്നുകൊണ്ടേയിരിക്കും. പല രീതികളിൽ നമുക്ക് കൃഷ്ണാവബോധം ഉണരും. നിയന്ത്രിതമായിരിക്കുന്ന പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യജ്ഞമാണിതെല്ലാം. പിന്നെയോ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം മുഖ്യ ഘടകം എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരമാണ്. എന്തിനാണ് ബ്രഹ്മചര്യം പാലിക്കുന്നത്? എന്തിനാണ് ക്ലാസ്സുകൾ കേൾക്കുന്നത്? എന്തിനാണ് ഇന്ദ്രിയ നിയന്ത്രണം? എന്തിനാണ് തപസ് ചെയ്യുന്നത്? വേദങ്ങൾ പഠിക്കുന്നത്? നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ ദാനം ചെയ്യുന്നതൊക്കെ എന്തിനാണ്? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. ആത്മസാക്ഷാത്കാരം ലഭിച്ചാൽ എന്തായി? നമുക്ക് കൃഷ്ണാവബോധം ലഭിക്കും. പിന്നെന്താ പറയുന്നത്? ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? ആ പ്രധാന ലക്ഷ്യം തേടുവാനാണ് ഭഗവത്ഗീതയുടെ യഥാർത്ഥ ശിഷ്യൻ. ഇങ്ങനെ ഈ ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രധാന ലക്ഷ്യം തേടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പം എന്തായി? ആത്മസാക്ഷാത്കാരം ലഭിക്കാനൊക്കെ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തി ആരായി? ഭഗവത്ഗീതയുടെ പ്രധാന ശിഷ്യനായി. ആദ്യത്തെ ശിഷ്യൻ എന്ന് പറയുന്ന ആരാണ്? അർജുനനാണ്. അർജുനന്റെ ആ വഴി നമ്മൾ അങ്ങ് ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളും ഒക്കെ ഗീതയുടെ ശിഷ്യന്മാരായി. പിന്നെ അടുത്തത് എന്താ? പക്ഷെ കൃഷ്ണനിൽ വിശ്വാസമില്ലാത്ത വ്യക്തിക്ക് പതനം നിശ്ചയം എന്നാ പറയുന്നത്. അവൻ നശിച്ചു പോകുന്ന പറയുന്നത്. അതുകൊണ്ട് ഗീതയോ മറ്റേതെങ്കിലും വൈദികമായിരിക്കുന്ന ഗ്രന്ഥങ്ങളോ പഠിക്കേണ്ടത് വിശ്വാസ്യനായിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ ആധ്യാത്മിക ഗുരു ആരാണ്? ശ്രീല പ്രഭുപാദി. അദ്ദേഹത്തെ ശരണം പ്രാപിച്ചുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? അനാദികാലം മുതൽ, അതായത് തുടക്കകാലം മുതൽക്കേ തന്നെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരാളായിരിക്കും വിശ്വാസ്യനായിരിക്കുന്ന ആധ്യാത്മിക ആചാര്യൻ. നമ്മുടെ ആധ്യാത്മിക ആചാര്യൻ എന്ന് പറയുന്നത് ശ്രീല പ്രഭുപാദിയാണ്. അദ്ദേഹം എന്താണ്? അനാദികാലം മുതൽക്കേ, കാലങ്ങൾക്ക് മുൻപേ തന്നെ അദ്ദേഹം ശിഷ്യ പരമ്പരയിൽപ്പെട്ട, ഗുരു ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. പിന്നെന്താ പറയുന്നത്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ സൂര്യദേവന് നൽകിയതും പിന്നീട് ഭൂലോകത്തിൽ പ്രചരിച്ചതുമായ ഗീതോപദേശങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള ഒരാചാര്യൻ ഒരിക്കലും പുറത്തു വരില്ല. ഭഗവാൻ സൂര്യദേവന് നൽകിയതും അതുപോലെ തന്നെ ഭൂലോകത്തിൽ പ്രചരിച്ചതുമായ ഗീതോപദേശങ്ങളിൽ ഒരിക്കലും, അങ്ങനെയുള്ള ഉപദേശങ്ങളിൽ നിന്ന് ഒരാചാര്യൻ ഒരിക്കലും പുറത്തു വരില്ല. ആ ആചാര്യൻ എപ്പോഴും ഗീതയുടെ അണ്ടറിൽ തന്നെ നിൽക്കും. ഇസ്കോണിലൂടെയാണ് നമുക്ക് ഗുരുശിഷ്യ പരമ്പര വരുന്നത്. അങ്ങനെയുള്ള ഒരു ആചാര്യൻ ഒരിക്കലും ഇസ്കോൺ എന്ന് പറയുന്ന ആ ഒരു കൃഷ്ണാവബോധ സംഘടന വിട്ട് പുറത്തു വരില്ല. കാരണം അത് ഗീതോപദേശം നൽകിയ നമ്മുടെ ഗുരുശിഷ്യ പരമ്പരയുടെ ഒരു അടിസ്ഥാന ഘടകമാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. പിന്നെന്താ? അതുകൊണ്ട് ഒരാൾ ഭഗവത്ഗീതയെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ അനുസരിക്കണം. സ്വന്തമായി ഉപദേശങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന സ്വാർത്ഥരെ സൂക്ഷിക്കുക എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന സ്വാർത്ഥരെ നമ്മൾ എന്നും സൂക്ഷിക്കണം.
ഭഗവാൻ നിശ്ചയമായിട്ടും പരമപുരുഷൻ തന്നെയാണ്. ഭഗവാന്റെ മേലെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരാൾ വന്നാൽ അവരെ നമ്മൾ സൂക്ഷിക്കണം. സംശയങ്ങളുടെ ദൃഷ്ടിയിൽ ഭഗവാനല്ല, ആ ഭഗവാനേക്കാൾ മുകളിൽ ആളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെ എങ്ങനെ 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 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വഴിതെറ്റിക്കാൻ കുറേ പേര് വരും. അങ്ങനെയുള്ളവരെയൊക്കെ സൂക്ഷിക്കാനാ പറയുന്നത്. ഭഗവാൻ നിശ്ചയമായും ആരാണ്? പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. അവിടുത്തെ പ്രവർത്തനങ്ങൾ അതീന്ദ്രിയമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതറിഞ്ഞവൻ ഗീതാധ്യായനത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഈ സത്യം ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് ഭമനസ്സിലാക്കിയ ഒരു വ്യക്തി ഗീതയുടെ തുടക്കം മുതൽക്ക് തന്നെ ആ വ്യക്തി രക്ഷപ്പെടും. അതീന്ദ്രിയ ജ്ഞാനം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇവിടെ അവസാനിക്കുന്നു. 4-ാം അധ്യായം കഴിഞ്ഞു. ഗീതയുടെ 4 അധ്യായങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്, കുറച്ചധികം നേരം എടുത്തത്. എല്ലാവർക്കും 4 അധ്യായങ്ങളും നന്നായി മനസ്സിലായോ? ഗീതയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായോ? ഗീത എന്താണെന്ന് മനസ്സിലായോ? ഇനി നമ്മൾ 5-ാം അധ്യായം കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം, അതേക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായില്ല? 5-ാം അധ്യായത്തിലേക്കാണ് ഇനി നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോകുന്നത്. ഇഷ്ടപ്പെട്ടോ 4 അധ്യായങ്ങൾ? ഹാപ്പിയാണോ ഈ 4 അധ്യായങ്ങളിലും? ആണെങ്കിൽ എനിക്ക് കമൻ്റ് ഇടും. ഇഷ്ടപ്പെട്ടു. ഇന്ന് ഭഗവാന് നിങ്ങളോട് വിശ്വാസത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേൾക്കണോ വേണ്ടേ? കേൾക്കാൻ താല്പര്യമുണ്ടോ? ഒരു മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും നിഗൂഢമായ ശക്തി ഏതാണെന്നറിയാമോ? ആ ശക്തി വിശ്വാസം എന്നാണ് അറിയപ്പെടുന്നത്. വിശ്വാസം എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ശക്തിയായി മാറുന്നതെന്നാൽ ഒരു വ്യക്തി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ആ വ്യക്തിയുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും. ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ പ്രയത്നങ്ങൾ കാഴ്ചവെക്കുന്നതും വിജയം കീഴടക്കുന്നതും വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും. എന്നാൽ ഈ വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മനസ്സിനുള്ളിൽ ഒരു പ്രത്യേക വിശ്വാസം ഉടലെടുക്കുന്നത് ആ വ്യക്തി ആർജിക്കുന്ന അറിവിലൂടെയും പിന്നെ സ്വന്തം അനുഭവങ്ങളിലൂടെയുമാണ്. എന്നാൽ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ആർജിച്ചെടുത്ത അറിവുകൾ പരിപൂർണമാണോ? സാഗര സമാനമായ അറിവിൽ നിന്നും തന്റെ ഉള്ളം കൈയിൽ കൊള്ളാവുന്നത്ര അറിവ് മാത്രമാണ് ഓരോ വ്യക്തിയും തന്റെ പക്കൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ അനുഭവങ്ങൾ പരിപൂർണമാണെന്ന് അർത്ഥമുണ്ടോ? ഇതുവരെ അനുഭവിച്ചത് മാത്രം വെച്ചുകൊണ്ട് ജീവിതത്തെയും ലോകത്തെയും വിലയിരുത്തുവാൻ കഴിയുമോ? അനുഭവങ്ങളും അനുസ്യൂതം പ്രവഹിക്കുന്ന നദി പോലെയാണ്. ഇന്നുവരെയും നാം നേടിയെടുത്ത അനുഭവ പാഠങ്ങളെക്കാൾ എത്രയോ അധികമായിരിക്കാം ഒരുപക്ഷെ ഇനി നാം അനുഭവിക്കുവാനിരിക്കുന്നവ. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ അറിവുകളും നമ്മുടെ അനുഭവങ്ങളും മാറുന്നതിനനുസരിച്ച് മാറുന്നതാണ് എന്നാണ് സാരം. നിങ്ങൾ ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നതായിരിക്കും. ഇനി മറ്റൊരാൾ എന്റെ ജാതകപ്രകാരം ദുഃഖം എന്റെ ജീവിതത്തിൽ ഉണ്ടായേ തീരൂ എന്ന് വിശ്വസിക്കുകയാണെങ്കിലോ ആ വിശ്വാസം ആ വ്യക്തിയെ എന്നേക്കുമായി ദുഃഖത്തിന്റെ കയത്തിലേക്ക് എടുത്തെറിയുന്നതാണ്. ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. ജീവിതം ആനന്ദമാണെന്ന് വിശ്വസിക്കുന്നവർക്കോ ജീവിതം എപ്പോഴും ആനന്ദദായകവുമായിരിക്കും. നാം നമ്മുടെ ജീവിതത്തിലെ സൗഖ്യത്തെ തടസ്സപ്പെടുത്തുന്ന എന്തിനേയും അകറ്റി നിർത്തുവാൻ തയ്യാറാകുന്നുണ്ട്.
എന്നാൽ സ്വന്തം ജീവിതത്തിന്റെ സൗഖ്യത്തെ തകർക്കുന്ന ഇത്തരം വിശ്വാസങ്ങളെ വലിച്ചെറിയുകയാണ് ഒരു വ്യക്തി ആദ്യം തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. ചില വിശ്വാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗമനത്തിന് തടസ്സമാണെന്ന് മനസ്സിലാക്കുന്ന പക്ഷം ആ പഴയ വിശ്വാസങ്ങളെ വലിച്ചെറിയും. പുതിയ വിശ്വാസങ്ങളെ നിർമ്മിച്ചെടുക്കും. ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കും. ഞാൻ അതിനായി പ്രയത്നിക്കും. ഞാൻ എൻ്റെ വിധിയെ മാറ്റിയെഴുതും. ഇപ്രകാരമുള്ള ദൃഢമായ സങ്കല്പങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് ചിന്തിക്കുകയും അതിനനുസരിച്ചുള്ള അറിവുകൾ ആർജിക്കുകയും ചെയ്ത് ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിലെ വിശ്വാസങ്ങളെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിൽ വെച്ചും തിരുത്തി എഴുതുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ വിശ്വാസങ്ങളെ തിരുത്തി എഴുതുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിധിയും ജാതകവുമെല്ലാം തിരുത്തി എഴുതുവാൻ പ്രപഞ്ചം നിർബന്ധിതമാവുക തന്നെ ചെയ്യും. അതിനാൽ ഒരു കാര്യം നിങ്ങൾ ഈ നിമിഷം തന്നെ ചിന്തിച്ചുറപ്പിക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ വിധി എന്നത് നിങ്ങളുടെ ജീവിതം എന്ന പുസ്തകത്തിൽ ഇത്രകാലം എഴുതി വയ്ക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും അതനുസരിച്ചുള്ള കർമ്മവും ഉപയോഗിച്ചുകൊണ്ട് ആ പുസ്തകത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വിശ്വാസത്തെ പുതുക്കി പണിയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ പുതുക്കി പണിയാവുന്നതുമാണ്. ഒരു വിശ്വാസം എത്ര കാലപ്പഴക്കം ചെന്നതാണെങ്കിലും ശരി, എത്ര ആധികാരികമാണെങ്കിലും ശരി, തന്റെ ജീവിതത്തിന്റെ പുരോഗമനത്തിന് ആ വിശ്വാസം തടസ്സമാണെന്ന് തോന്നുന്ന പക്ഷം തന്റെ ജീവിതത്തിന്റെ പുരോഗമനത്തിന് ആ വിശ്വാസം തടസ്സമാണെന്ന് തോന്നുന്ന പക്ഷം ആ വിശ്വാസത്തെ നാം നമ്മിൽ നിന്നും നിഷ്കാസനം ചെയ്യേണ്ടതാണ്. ആ സ്ഥാനത്ത് പുതിയൊരു വിശ്വാസത്തെ നാം പ്രതിഷ്ഠിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതാണ് വിജയത്തിന്റെ നിഗൂഢമായ മന്ത്രം. ചിന്തനം ചെയ്തു നോക്കൂ. എത്ര പേര് മാറ്റി എഴുതാൻ റെഡിയാണ് ജീവിതത്തിലെ വിശ്വാസങ്ങളെ? എത്ര പേര് മാറ്റി എഴുതാൻ തയ്യാറാണ്? വേഗം പറയൂ. ഇന്ന് എന്തായാലും 4-ാം അധ്യായം കഴിഞ്ഞ സ്ഥിതിക്ക് സ്വന്തം ജീവിതത്തിലെ വിശ്വാസങ്ങളെ മാറ്റി എഴുതി സന്തോഷം കൊണ്ടുവരാൻ എത്ര പേര് റെഡിയാണ്? വേഗം ടൈപ്പ് ചെയ്തിടും. യെസ്, എല്ലാവരും റെഡിയാണ്. എന്നാൽ നമുക്ക് നിർത്താം. നമ്മുടെ ജീവിതത്തിലെ കുറെ കാര്യങ്ങൾ മാറ്റി എഴുതി. നന്ദഗോപഗൃഹേ ജാത യശോദാ ഗർഭസംഭവ തതസ്ഥൗ നാസയസ്യാമി വിന്ധ്യാചല നിവാസിനി. യശോദാമ്മ ശരിക്കും ഭഗവതിക്കാണ് ഗർഭം നൽകിയത് അച്ഛാ. പക്ഷെ വളർത്താൻ യോഗം ഉണ്ടായില്ല അല്ലേ? യശോദാമ്മയുടെ യോഗോ കൊള്ളാം. ഇത്രയും ഭാഗ്യം ചെയ്ത അമ്മ വേറെ ആരുണ്ട്? സാക്ഷാൽ നാരായണനെ മകനായി കിട്ടാൻ. അതൊക്കെ അതെ, പക്ഷെ യോഗമായ മകളായിട്ടുണ്ടായിരുന്നെങ്കിലോ? ത്രിസന്ധിക്ക് തന്നെ ഇങ്ങനെ ഓരോന്ന് പറയണം നിനക്ക്. നാമം ചൊല്ലി കഴിഞ്ഞില്ലേ കുട്ടിയെ? വയറ്റിലൊരു ഉണ്ണി വിശന്നിരിക്കുന്നത് മറക്കണ്ടാട്ടോ. ഇത് ഉണ്ണിയൊന്നുമല്ല, ഇത് പെൺകുട്ടിയാ. ആഹാ, ആണും പെണ്ണും ഒക്കെ ആ ഉണ്ണി തന്നെയാണ് എന്റെ കുട്ടിയെ. ഇങ്ങനെ വാശി വേണ്ട കേട്ടോ. ഹലോ, നമസ്തേ. ഹലോ, എന്തായി നമ്മുടെ പാട്ട്?
ഇപ്പൊ കുറെ നാളല്ലേ, അത് ഞാൻ ചോദിക്കാന്ന് വെച്ചത്. അതെ, ഈ താരാട്ട് പാട്ടെന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ഒരുപാട് ഈ പഴയ ട്യൂണുകൾ ഉള്ളത് കൊണ്ടേ പുതിയതായിട്ടൊന്നും വരുന്നില്ല. അതിനെന്താ, കണ്ണടച്ച് നമ്മുടെ ഗുരുവായൂരപ്പനെന്ന് ഓർത്തെ കണ്ണന് പാടി ഇറക്കുന്ന സങ്കല്പിച്ച് പാട്ടിങ്ങോട്ട് വരും. അതെന്താ, പെൺകുട്ടികൾ താരാട്ട് കേട്ട ഓർമ്മയില്ലേ? ആ ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതോ. ശരി, പിന്നെ സംസാരിക്കാം. അപ്പൊ എല്ലാരും കണ്ണടച്ചോളൂ. തിരിച്ചു വിളിക്കാം കേട്ടോ, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഗുരുവായൂരപ്പന് താരാട്ടൊന്ന് കേൾക്കാം. കണ്ണടച്ചോ. സന്തോഷമായോ എല്ലാവർക്കും? ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? കൃഷ്ണൻ അടുത്ത് വന്ന പോലെ ഉണ്ടോ? ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഓരോ ക്ലാസ്സിലൂടെയും നമ്മൾ കടന്നു പോകുന്നത്. അത് ആരുടെയും കഴിവല്ല, ഭഗവാന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാവരും ക്ലാസ്സിൽ വരണം കേട്ടോ. हरे कृष्णा, सर्वम कृष्णा अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवन परेशन की जय। हरे कृष्णा।